മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ആരോപിച്ച ഛത്തീസ്ഗഡിൽ ജയിലിലടച്ച കന്യാസ്ത്രീകളുടെ മോചനത്തിന് വഴിയൊരുങ്ങുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു സൂചനയായി നമ്മുടെ മുന്നിൽ വരുന്നത്. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ല എന്നും കേസ് NIA കോടതിക്ക് വിട്ട ഉത്തരവിനെതിരെ സർക്കാർ തന്നെ അപ്പീൽ പോകുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഉറപ്പ്. NIA കോടതിക്ക് കേസ് വിട്ട ഉത്തരവ് ചട്ടലംഘനമാണെന്നും കേരളത്തിൽ നിന്നുള്ള MP-മാരോട് അമിത്ഷാ പറഞ്ഞു. സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. ശ്രീമതി മഞ്ജു സിസ്റ്റർ പ്രീതിയുടെ സഹോദരിയാണ്, ശ്രീ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ നിന്ന്, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ CPM-ൽ നിന്ന്, ശ്രീ ഉല്ലാസ് ബാബു BJP-യിൽ നിന്ന്. ശ്രീ ഉല്ലാസ് ബാബു, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? ശ്രീ ഉല്ലാസ് ബാബു, ഇന്നലെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടാതെ വന്ന സാഹചര്യത്തിൽ ഈ വിഷയം വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ടായിരുന്നു. അപ്പോൾ BJP-യുടെ പാനലിസ്റ്റുകളടക്കം സ്വീകരിച്ചൊരു നിലപാട് എന്ന് പറയുന്നത് ഇതിൽ രാഷ്ട്രീയമായി ഒന്നും ചെയ്യാനില്ല, പരമാവധി സഹായിക്കുക, നിയമസഹായം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ BJP-യുടെ കേരള ഘടകം അവിടെ ഇടപെടുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയമായി പ്രത്യേകിച്ച് അതിലൊന്നും ചെയ്യാനില്ല. ഇപ്പോൾ സർക്കാർ തന്നെ, പ്രോസിക്യൂഷൻ തന്നെ ജാമ്യത്തെ എതിർത്തത് സർക്കാരിന് മുന്നിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ്, അല്ലാതെ അതിനപ്പുറത്തേക്കുള്ള യാതൊന്നും ചെയ്യാനില്ല എന്നൊക്കെയാണ്. ഇന്നിപ്പോൾ പക്ഷെ കേരളത്തിൽ നിന്നുള്ള MP-മാർ കേന്ദ്രമന്ത്രി അമിത്ഷായെ കാണുന്ന സമയത്ത് അദ്ദേഹം ഉറപ്പു തരുന്നത് ജാമ്യത്തിൽ ഛത്തീസ്ഗഡ് സർക്കാർ എതിർപ്പറിയിക്കില്ല എന്നാണ്. അതിനൊപ്പം തന്നെ ഇത് NIA കോടതിയിലേക്ക് വിട്ട നടപടി തന്നെ തെറ്റായിരുന്നു, അത് ഞാൻ മുഖാന്തരമാണ് പോകേണ്ടിയിരുന്നത്, അങ്ങനെയല്ല സംഭവിച്ചത് എന്ന് അടക്കം കേരളത്തിലെ MP-മാരോട് പറഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ രാഷ്ട്രീയമായി ചിലത് നിയമത്തിന് മുകളിലുണ്ട് അല്ലേ? അല്ല, രാഷ്ട്രീയപരമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ തന്നെയല്ലേ മധു ഭരിക്കുന്നത്? സർക്കാരുകൾ എന്ന് പറയപ്പെടുന്നത് രാഷ്ട്രീയ പാർട്ടികളല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് പൊളിറ്റിക്കൽ ഇടപെടലുകൾ എന്ന് പറയപ്പെടുന്നത് സർക്കാരുകളുടെ ഇടപെടലുകളും അല്ലെങ്കിൽ അതിൻ്റെ ആഭ്യന്തര വകുപ്പായാലും ആരാണ്, ഇവരൊക്കെ രാഷ്ട്രീയമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരല്ലേ. ഇവിടെ ഇതിനകത്ത് നമ്മളൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്, സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു വിഷയം അല്ലെങ്കിൽ ഒരു നിയമപരമായിട്ടുള്ള കാര്യത്തിൽ എടുത്തിട്ടുള്ള ഒരു കേസിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഒരു വിഷയത്തിനകത്ത് ഇത് പർവ്വതീകരിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാട് പ്രത്യേകിച്ച് കേരളത്തിനകത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും മാധ്യമങ്ങളുടെ നേതൃത്വത്തിലും കൃത്യമായിട്ടുള്ള ഒരു അജണ്ട സെറ്റ് ചെയ്ത് ഉണ്ടാക്കിയതിൻ്റെ പേരിലാണ് ഇത് വലിയൊരു വിഷയമായിട്ട് വരുന്നത്. 100% BJP-യുടെ അഭിപ്രായം അതുതന്നെയാണ്, ഞാനത് പങ്കുവയ്ക്കുന്നു. എന്തിനാണ് ഈ മാധ്യമങ്ങളും കോൺഗ്രസ് പാർട്ടിയും ഇതുപോലെ ഈ ഒരു വിഷയത്തെ പർവ്വതീകരിച്ചത് എന്നുള്ളതാണ്. നോക്കൂ, ഒരു റെയിൽവേ സ്റ്റേഷനകത്ത് കൃത്യമായിട്ടുള്ള രേഖകൾ ചോദിക്കുന്ന സമയത്ത് അതില്ലാതെ വരുന്ന സമയത്ത് എടുക്കുന്ന കേസ്, അത് കേരളത്തിൽ നമ്മൾ ഇന്നലെ മാധുവിൻ്റെ ചാനലിൽ തന്നെ ചർച്ച നടത്തുന്നത് എൻ്റെ വിശ്വാസം അഭിലാഷായിരുന്നു എന്ന് തോന്നുന്നു, ഞാൻ കേട്ടതായിട്ട് ഓർമ്മ. അപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ വിഷയവും അത് തന്നെയാണ്. അതേപോലെ തന്നെ നിരവധി സ്ഥലങ്ങളിലും ഇതേപോലെ തന്നെ വിഷയങ്ങളുണ്ടായിട്ട് 2021 ഇതേ കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്ന സമയത്ത് കോൺഗ്രസ് പാർട്ടി തന്നെ കൊണ്ടുവന്ന 1968 ആക്ട് എന്താണ്, അവിടുത്തെ മതപരിവർത്തന നിരോധന നിയമം. പിന്നെ ഛത്തീസ്ഗഡ് പോലെ സ്ഥലത്തെ കാര്യങ്ങൾ എന്ന് പറയപ്പെടുന്നത് കേരളത്തിൽ നമ്മൾ ഇരുന്ന് സംസാരിക്കുന്ന പോലെയുള്ള ശൈലിയല്ല. എന്നിട്ട് പോലും കേരളത്തിൽ കേസെടുത്തു എന്ന് മാധു മനസ്സിലാക്കണം. അപ്പോൾ ഛത്തീസ്ഗഡ് പോലെയുള്ള സ്ഥലത്ത്, അങ്ങനെ നാരായൺപൂർ എന്ന് പറയപ്പെടുന്ന ഒരു ജില്ലയ്ക്കകത്ത് അതൊരു സെൻസിറ്റീവ് ഏരിയയാണ്, അവിടെ വിഷയങ്ങളുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ വിഷയമായി അല്ലെങ്കിൽ ഒരു നിയമപരമായിട്ടുള്ള ഒരു വിഷയമായിട്ട് തിരുത്തേണ്ട ഒരു കാര്യം, നിരപരാധിയാണെങ്കിൽ പരിപൂർണമായിട്ട് കേസിൽ അനുകൂലം കിട്ടേണ്ട ഒരു കാര്യത്തെ പർവ്വതീകരിച്ച് രാഷ്ട്രീയ വിഷയമാക്കി വളരെ വലിയ സംഭവമാക്കി എടുത്തതിൻ്റെ പുറകിൽ ഒരു കൃത്യമായ രാഷ്ട്രീയമുണ്ട് മാധു. കാരണം ആ രാഷ്ട്രീയം കേരളത്തിലെ കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെ പുറകെ നിൽക്കുന്ന ഇന്റൻഷനലി ഇതിനെ കൃത്യമായിട്ട് കൊണ്ടെത്തിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഇതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു രീതിയുമാണ്. ഇവർ ഇന്നലെയൊക്കെ നടക്കുന്ന ചർച്ചയിൽ പറഞ്ഞ എന്താ, കേക്കും വീഞ്ഞു. അപ്പോൾ ഇവരുടെ പ്രശ്നം എന്ന് പറയപ്പെടുന്നത് കന്യാസ്ത്രീകൾ, ബഹുമാനരായിട്ടുള്ള കന്യാസ്ത്രീകൾ അറസ്റ്റിലായിപ്പെട്ട വിഷയമല്ല, മറിച്ച് BJP കേക്കും വീഞ്ഞുമായി അച്ഛന്മാരെ കാണുന്നു അല്ലെങ്കിൽ പിതാക്കന്മാരെ കാണുന്നു, ക്രിസ്ത്യൻ സമൂഹത്തെ കാണുന്നു എന്നുള്ള വിഷയമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. അപ്പോൾ ഇവർക്ക് രാഷ്ട്രീയമാണ്, ഇവരാണ് ആ വിഷയത്തെ ഏറ്റവും കൂടുതൽ പർവ്വതീകരിച്ച് ഇത്രയും പ്രശ്നമുണ്ടാക്കി. ഇത് അത്ര വലിയൊരു വിഷയമാക്കാതെ, ഒരു രേഖകളില്ലാത്തൊരു വിഷയം സ്വാഭാവികമായിട്ട് ബഹുമാനരായിട്ടുള്ള കന്യാസ്ത്രീകൾ അവരുടെ നിരപരാധിത്വം തെളിയിച്ച് നിയമപരമായിട്ട് പുറത്തിറങ്ങേണ്ട ഒരു കാര്യത്തിനെ പർവ്വതീകരിച്ച് വലിയ വിഷയമാക്കി എടുക്കുന്നതിന്റെ പൊളിറ്റിക്സ് ആണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അങ്ങ് ആദ്യത്തെ 1-2 സെന്റൻസിനിടയിൽ പറഞ്ഞ ഒരു കാര്യം മനസ്സിലായില്ലായിരുന്നു. പക്ഷേ സ്വാഭാവികമായും ഒരു പാനലിസ്റ്റിനെ നമ്മൾ ക്ഷണിക്കുന്ന ഒരാൾ വന്ന് പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് തന്നെ അതിനെ എതിർക്കുക എന്ന് പറയുന്നത് ഒരു സാമാന്യ മര്യാദയല്ല എന്നുള്ളത് കൊണ്ട് കഴിയട്ടെ എന്ന് വിചാരിക്കുകയായിരുന്നു.
ആഭ്യന്തര വകുപ്പ് രാഷ്ട്രീയമായി തിരഞ്ഞെടുക്കപ്പെട്ടതല്ലേ എന്നങ്ങ് ചോദിച്ചു. അങ്ങനെയാണോ ആനുകാലിക ഇന്ത്യയിൽ എന്ന് എനിക്കറിയില്ല. ഒരു പാർട്ടിയെ, സർക്കാരിന് നേതൃത്വം നൽകാൻ കഴിയുന്ന പാർട്ടിയെ രാഷ്ട്രീയമായി തിരഞ്ഞെടുക്കുന്നതാണ്. ആഭ്യന്തര വകുപ്പ് രാഷ്ട്രീയമായി തിരഞ്ഞെടുക്കപ്പെട്ടതാണോ എന്നുള്ളത് അങ്ങയുടെ രാഷ്ട്രീയ ശീലം വെച്ചോ അങ്ങയുടെ പാർട്ടിയുടെ രാഷ്ട്രീയ കാഴ്ച, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ ശ്രീ ഉല്ലാസ് ബാബു, രാഷ്ട്രീയ കാഴ്ചപ്പാട് വെച്ചോ പറഞ്ഞതാണ് എങ്കിൽ അതങ്ങ് തിരുത്തും എന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത്തേത്, എന്തിനാണ് അങ്ങനെയാണ് എങ്കിൽ മാധ്യമങ്ങളും കോൺഗ്രസും മറ്റ് CPM-ഉം മറ്റ് പ്രതിപക്ഷ പാർട്ടികളും എല്ലാവരും ചേർന്ന് വലിയ പ്രചണ്ഡമായ പ്രചാരണം നടത്തി വിവാദം കൊണ്ടുവന്ന ഒരു വിഷയമാണ് എങ്കിൽ BJP-യുടെ കേരള ഘടകം, BJP-യുടെ കേരള അധ്യക്ഷൻ തന്നെ പറഞ്ഞതനുസരിച്ച് BJP-യുടെ പ്രധാനപ്പെട്ട നേതാക്കൾ അനൂപ് ആന്റണി അടക്കമുള്ളവർ അവിടെ പോവുകയും ഇടപെടൽ നടത്തുകയും ഒക്കെ ചെയ്തത് എന്തിനാണ്? മാധ്യമങ്ങളും ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും കൂടെ പർവ്വതീകരിച്ചതാണ്. ഇതൊരു സാധാരണ സംഭവമാണ്, ഇത് വളരെ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു കേസാണ് എന്ന നിലയ്ക്ക് കണ്ടുകൊണ്ട് ഇവിടെ അങ്ങ് ഇരുന്നാൽ പോരായിരുന്നോ? അപ്പോൾ ഞാനൊന്ന് മറുപടി പറഞ്ഞോട്ടെ. അത് ആദ്യം ചോദിച്ച ഒരു കാര്യം, ആഭ്യന്തര വകുപ്പിൻ്റെ വിഷയം. ഞാൻ അത് അതിനകത്ത് എൻ്റെ ഉദ്ദേശശുദ്ധി എന്ന് പറയപ്പെടുന്നത് വളരെ കൃത്യമാണ്. കാരണം നമ്മളിതിനകത്ത് പൊളിറ്റിക്കൽ ഇടപെടലുകൾ എന്ന് പറഞ്ഞു, അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായി വിജയിച്ചു വരുന്ന സർക്കാരുകൾ, അവരുടെ ഇടപെടലുകൾ, അത് രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടലുകളും രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകളും ഉണ്ടാവുക എന്ന് പറയപ്പെടുന്നത് സർക്കാരിൻ്റെ ഇടപെടലുകൾ നമുക്കതിനെ കാണാം എന്നുള്ളത് ഞാൻ കൃത്യമാക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, എന്തിനാണ് BJP ഇടപെട്ടത് എന്ന് പറഞ്ഞു. മാധു, ഇങ്ങനൊരു വിഷയം ഉണ്ടാകുമ്പോൾ കേരളത്തിലെ 2 ബഹുമാനരായിട്ടുള്ള കന്യാസ്ത്രീകളെ വിഷയത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ കേരളത്തിലെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനും അതുമായി ബന്ധപ്പെട്ട എഫക്റ്റഡ് ആളുകളുമായി ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ BJP-യുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഛത്തീസ്ഗഡിൽ ഭരിക്കുമ്പോൾ BJP എന്ത് ചെയ്യും? BJP-ക്ക് ചെയ്യാവുന്ന സഹായം എന്ന് പറയപ്പെടുന്നത് ഇതിൽ നിരപരാധികളായ അല്ലെങ്കിൽ നിരപരാധിത്വമുണ്ട് എന്ന് കൃത്യമായി ഇവർ പറയുന്ന നമ്മുടെ ബഹുമാനരായിട്ടുള്ള കന്യാസ്ത്രീകൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി ഛത്തീസ്ഗഡ് സർക്കാരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനായി ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ഞങ്ങൾ അങ്ങോട്ട് അയച്ചു. അത് സ്വാഭാവികമായിട്ട് ഏത് രാഷ്ട്രീയ പാർട്ടികളാണ് എങ്കിലും ഏത് സംവിധാനമാണെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കിതിൽ മറച്ചുവെക്കാനില്ല, പക്ഷേ മറ്റുള്ളവരൊക്കെ വിവാദം ഉണ്ടാക്കാൻ പോയവർ, നിങ്ങൾ മാത്രം സഹായിക്കാൻ പോയവർ, ഏത് രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നതാണ് എന്ന് അങ്ങ് തന്നെ പറയുമ്പോൾ അങ്ങ് തന്നെയാണ് പറഞ്ഞത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നതാണ് എന്ന്. കോൺഗ്രസിന്റെ നേതൃത്വം ഞാൻ ചോദിക്കട്ടെ മധു, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിലുള്ള കോൺഗ്രസ് നേതാക്കന്മാരുണ്ടല്ലോ, ഇവർ ആരെങ്കിലും ഇതേപോലെയുള്ള യുദ്ധങ്ങൾക്ക്, ഇവരിവിടെ നടത്തുന്ന യുദ്ധങ്ങൾക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ? 2021 ഛത്തീസ്ഗഡിൽ ഇത്രയൊക്കെ വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് ഇതേപോലത്തെ ഒരു കേസ് സമാനമായിട്ടുള്ള 5 പള്ളിയിൽ അച്ഛന്മാരെ കൊണ്ട് അറസ്റ്റ് ചെയ്ത് 11 മാസത്തോളം ജയിലിലിട്ട സമയത്ത് ഇതേ കോൺഗ്രസ് പാർട്ടി ഒരു പ്രതിഷേധവും അവിടെ ഉണ്ടായില്ലല്ലോ. എന്താ, കോൺഗ്രസ് പാർട്ടിയല്ലേ ഭരിച്ചിരുന്നത്? അപ്പോൾ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നല്ലോ. അന്ന് ഈ മതവും വർഗീയവാദവും കുത്തിമുറക്കിക്കൊണ്ട് ഈ പ്രവർത്തനത്തിന് ഇവർ ഇറങ്ങിയില്ലല്ലോ. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ക്രിസ്ത്യൻ വേഴ്സസ് BJP എന്ന് പറയപ്പെടുന്ന നറേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് BJP-യെ ഇപ്പുറത്ത് കൊണ്ട് നിർത്തിക്കൊണ്ട് വിജയം കൊയ്യാം എന്ന് പറഞ്ഞാൽ വർഗീയതയുടെ വിത്ത് വാങ്ങിക്കൊണ്ട് സുഖമായി കേരളത്തിൽ വിജയം കൊയ്യാം എന്ന് പറയപ്പെടുന്ന ഒരു അജണ്ട സെറ്റ് ചെയ്തതല്ലേ ഈ കേരള BJP ഘടകത്തിന്റെ നേതാക്കൾക്കും ഛത്തീസ്ഗഡ് BJP ഘടകത്തിന്റെ നേതാക്കൾക്കും ഒരു നിലപാടാണോ? നിങ്ങളുടെ അവിടുത്തെ മുഖ്യമന്ത്രിക്ക് ആ നിലപാടായിരുന്നോ? ഇവിടുത്തെ രാജീവ് ചന്ദ്രശേഖറിന്റെ നിലപാടായിരുന്നോ നിങ്ങളുടെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്ക്? 2 കാര്യങ്ങളാണ് മാധു. കേരളത്തിലെ സാഹചര്യങ്ങളും ഛത്തീസ്ഗഡിലെ സാഹചര്യങ്ങളും നമ്മൾ നോക്കണം. ഛത്തീസ്ഗഡിലെ സാഹചര്യങ്ങൾ പറയുന്നത് എന്നുള്ളതാണ്. അങ്ങ് പറയുന്ന കാര്യങ്ങൾക്കാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അങ്ങ് പറയുന്നു അത് നേരെ വിപരീതമാണ് എന്ന്. അങ്ങ് ആദ്യം പറഞ്ഞു എന്താണ് ഇത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയ വാർത്തയാണ്. ഞാൻ ചോദിക്കുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് പോയത്? അല്ല ഞാൻ പറയട്ടെ, അപ്പൊ നിങ്ങൾ എന്തിനാണ് പോയത്? അന്നേരം പറയുന്നു അല്ല അവിടെ ഒരു പ്രശ്നം ഉണ്ടായ ഞങ്ങൾ പോകണ്ടേ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പോകണ്ടേ, അതുപോലെ തന്നെ അതിനുശേഷം അപ്പൊ മറ്റുള്ളവരൊക്കെ വിവാദം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ളവർ പോയതുപോലെ അവിടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ ഇടപെടുന്നുണ്ടോ? അപ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കുന്നു, നിങ്ങളുടെ ഘടകത്തിനും അവിടുത്തെ 2 ഘടകങ്ങൾക്കും ഒരേ നിലപാടാണോ? അല്ല, അതിപ്പോ കേരളത്തിലെയും ഛത്തീസ്ഗഡിലെയും സാഹചര്യം രണ്ടല്ലേ? ഇതൊന്നും മറ്റുള്ളവർക്ക് ബാധകമല്ലേ, നിങ്ങൾക്ക് മാത്രം ബാധകമായതാണോ? വരുമ്പോഴേക്കും ആ വിഷയം മാധു നമ്മളൊരു ചർച്ചയല്ലേ, മാധു ഒരു വിഷയം ചോദിച്ചാൽ അതിൻ്റെ പറഞ്ഞ ആദ്യത്തെ വരി തുടങ്ങുമ്പോഴേക്കും മാധു അതിനകത്ത് ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ട് മറുപടി പറയല്ലേ. മാധുവിനോട് ഞാനൊരു കാര്യം പറഞ്ഞു. ഛത്തീസ്ഗഡിലെ വിഷയത്തിൽ, അവിടെ അറസ്റ്റിലായ വിഷയത്തിൽ 3 കുട്ടികളും സഹോദരനും 2 കന്യാസ്ത്രീമാരും 3 കുട്ടികളെ ജോലിക്ക് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ വന്ന സമയത്ത്, കൃത്യമായിട്ടുള്ള രേഖകളില്ലാതെ വന്ന സമയത്ത്, ആ രേഖകളെക്കുറിച്ച് ചോദിച്ച സമയത്ത് 2 പേരും പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിയമപരമായിട്ടുള്ള തീരുമാനമെടുക്കുന്നു. സ്വാഭാവികമായിട്ട് ഒരു ചെറിയൊരു പോലീസ്
പോലീസ് സ്റ്റേഷനിൽ എടുക്കുന്ന ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു റെയിൽവേ പോലീസ് എടുക്കുന്ന കാര്യങ്ങൾ ഇമ്മീഡിയറ്റ് അവിടുത്തെ ഭരിക്കുന്ന സർക്കാരുകളിലേക്ക് അറിയിച്ചിട്ടാണ് എടുക്കുക എന്നുള്ളത് മാധുവിന് തോന്നുന്നുണ്ടോ? അവിടുത്തെ നിയമം വെച്ചുകൊണ്ട് കൃത്യമായിട്ട് അല്ല, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മാധു, നിങ്ങൾക്ക് ഞാൻ കൃത്യമല്ല, കേരളത്തിനകത്ത് മാധ്യമങ്ങളും കോൺഗ്രസ്സുകാരും ഒരുമിച്ച് നിന്നുകൊണ്ട് അവർക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി നടത്തുന്ന കുറച്ച് ദിവസമായിട്ടുള്ള ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ നിങ്ങൾ കാണിക്കുന്ന വലിയ തെറ്റാണ്. രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും നിങ്ങൾ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? നിങ്ങൾ ഈ രാഷ്ട്രീയം എന്തിനാണ് കൊണ്ടു നടക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ കോൺഗ്രസ് പാർട്ടിക്ക് സ്വറപാടുന്നതിന് വേണ്ടി മാധ്യമപ്രവർത്തകർ അധപതിച്ചു പോകുന്നത്? നിങ്ങൾ ഈ നുണപ്രചരണങ്ങളും ഈ തെറ്റായ കഥകളും ഈ അനാവശ്യമായിട്ടുള്ള പ്രചരണങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നതിന് പിന്നിൽ അജണ്ട എന്താണ്? കോൺഗ്രസ് പാർട്ടിയുടെ കൃത്യമായിട്ടുള്ള അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് മാധ്യമങ്ങളെ അത് മനസ്സിലാക്കിക്കൊണ്ട് മാധ്യമങ്ങളെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനമല്ലേ? ക്രിസ്ത്യൻ സമൂഹത്തിനെതിരായിട്ട് BJP വരുന്നു എന്ന് പറയപ്പെടുന്ന നരേറ്റീവ് സൃഷ്ടിക്കപ്പെടുന്നതിലെ കൃത്യമായ രാഷ്ട്രീയമല്ലേ? അതിനകത്ത് രാഷ്ട്രീയ താല്പര്യമില്ലേ? അതിനകത്ത് നുണപ്രചരണങ്ങളില്ലേ? നിങ്ങൾ എന്തിനാണ് ഛത്തീസ്ഗഡിലത്തെ ഈ വിഷയം, ഈ ഒരു ചെറിയമായിട്ടുള്ള വിഷയം, അവിടുത്തെ ഒരു നിയമപരമായിട്ടുള്ള വിഷയം, നിരപരാധിയായിട്ടുള്ള കൃത്യമായി കോടതിയിൽ നിന്ന് തീരുമാനം ഛത്തീസ്ഗഡിലുണ്ടായ ഒരു ചെറിയ വിഷയമാണ്. അതിനെന്തിനാണ് തെരുവിലിറങ്ങിയത് എന്ന് അടുത്ത തവണ കേക്കുമായി പോകുമ്പോൾ നിങ്ങൾ ബിഷപ്പുമാരോട് അടക്കമുള്ളവരോട് കൂടി ചോദിക്കണം, ഇവിടുത്തെ സഭാ നേതൃത്വത്തോട് കൂടി ചോദിക്കണം. ഇതൊരു ചെറിയ വിഷയമല്ലേ, നിങ്ങൾ എന്തിനാണ് പ്രതിരോധിക്കാൻ ഇറങ്ങിയതെന്ന്. കോൺഗ്രസ് പ്രതിഷേധത്തിൽ ഇറങ്ങുമ്പോഴും മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴും ആ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും ചെറിയ തരത്തിലേക്കാണ് നിങ്ങളത് അത് വ്യക്തിപരമായി ഉന്നയിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാം. ഇതിപ്പോ ഞാൻ ഒരാളാണോ ഈ കേരളത്തിൽ ഇത് ചർച്ച ചെയ്യുന്നത്? ഞാൻ ഒരാളാണോ ഈ കാര്യത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നത്? എന്റെ ഒരു സ്ഥാപനം മാത്രമാണോ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത്? അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമ പ്രവർത്തകരും മാത്രമാണോ ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഓരോ സഭാ നേതൃത്വവും അതിന്റെ ബിഷപ്പുമാരടക്കം മൂടിക്കെട്ടി സമരത്തിനിറങ്ങിയ ഒരു വിഷയം കേവലം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ചില മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഒരു അവതാരകയോ മാത്രം ഉന്നയിക്കുന്ന ഒരു വിഷയമാണെന്ന് ചുരുക്കി കാണിക്കുന്നതിലൂടെ അങ്ങ് എന്ത് നേടാനാണ് എന്ന് ഞാൻ അങ്ങയുടെ ഭാഷയിൽ അങ്ങോട്ട് തിരിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അത് തെറ്റാണ് മാധു. അങ്ങയോടൊരു കാര്യം വളരെ കൃത്യമായി പറഞ്ഞോട്ടെ. മാധു എന്ന് പറയപ്പെടുന്ന ആങ്കറാണ് ഇന്നത്തെ ഈ ചർച്ച നയിക്കുന്നത് എന്നുള്ളത് കൊണ്ട് മാതൃഭൂമി എടുത്ത തീരുമാനം, അല്ലെങ്കിൽ മാധ്യമങ്ങൾ എന്ന് പറയപ്പെടുന്ന വിഭാഗത്തെടുത്ത തീരുമാനത്തെക്കുറിച്ച് എനിക്ക് ഇന്ന് ചർച്ച ചെയ്യാൻ സാധിക്കുക മാധുവെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ്. കാരണം ഇന്നത്തെ ചർച്ച വഹിക്കുന്നത് മാധുവാണ്. ഇവിടെ 2022 തൃശ്ശൂരിൽ എടുത്ത കേസടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ 370 അന്നത്തെ IPC 370 പ്രകാരം കേസെടുത്തപ്പോൾ ആ കേസിൽ നിരുപാധികം വിചാരണ കൂടാതെ വിട്ടയച്ചപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥർക്കെതിരെ തീരുമാനമെടുക്കാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറായോ? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ തീരുമാനമെടുത്ത സമയത്ത് ഈ പുകിലുകൾ നിങ്ങൾ ഉണ്ടാക്കിയോ? ഇതേപോലെ തന്നെ 2021 5 പള്ളിയിലച്ചന്മാരെ നിങ്ങൾ ജയിലിൽ 11 മാസം ഇതേ ഛത്തീസ്ഗഡിൽ പിടിച്ചിട്ട സമയത്ത് കോലാഹലങ്ങൾ ഉണ്ടാക്കിയോ? ഇതേ കോൺഗ്രസ് പാർട്ടി ഇവിടെ കോലാഹലം ഉണ്ടാക്കിയോ? അപ്പൊ ഇവിടെ ഇന്നത്തെ ഒരു ചർച്ച കാഴ്ചയിലാക്കണം എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് എങ്കിൽ അങ്ങേക്ക് എന്നോട് മാത്രമായ ചോദ്യങ്ങൾ കൊണ്ട് ഈ ചർച്ച ചുരുക്കാം. പക്ഷേ അങ്ങനെയല്ല. ദിവസങ്ങളായി, കഴിഞ്ഞ 5-6 ദിവസമായി കേരളം തന്നെ ചർച്ച ചെയ്യുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമ പ്രവർത്തകരും എന്തിന് വിവിധ സഭകൾ തന്നെ തെരുവിലിറങ്ങിയ ഒരു വിഷയത്തെ അങ്ങനെ ചുരുക്കി കാണാൻ കഴിയില്ല എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞോളൂ. ഞാൻ വരാം. ശ്രീ സന്ദീപ് വാര്യർ, ഈ വിഷയം ഛത്തീസ്ഗഡിൽ നടന്ന ഒരു നിയമ പ്രശ്നം മാത്രമാണ്. അത് അതിന്റെ പ്രോസസ് അനുസരിച്ച് നിയമപരമായി മാത്രം മുന്നോട്ട് പോകേണ്ടുന്ന ഒന്നാണ് എന്നാണ് ശ്രീ ഉല്ലാസ് ബാബു പറയുന്നത്. അതിൽ BJP എടുത്തിരിക്കുന്ന വളരെ പ്രൊആക്റ്റീവ് ആയിട്ടുള്ള നിലപാടുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് അങ്ങനെ ചെയ്യേണ്ടതില്ലേ എന്നും അദ്ദേഹം ചോദിക്കുന്നു. അപ്പോൾ മറ്റുള്ളവരൊക്കെ വിവാദമുണ്ടാകാൻ പോകുന്നവരാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അവർ മാത്രം സഹായിക്കാൻ പോകുന്നു എന്ന നിലപാടാണ് BJP പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ നോക്കൂ, കേന്ദ്ര സർക്കാർ തന്നെ ഇടപെടുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ കൃത്യമായി ഇന്ന് കണ്ട MP-മാരോടൊക്കെ വാക്കുറപ്പിച്ച് പറയുകയാണ്, ഇനി ഛത്തീസ്ഗഡ് സർക്കാർ മിണ്ടില്ല, ഇനി ഛത്തീസ്ഗഡ് സർക്കാർ ജാമ്യത്തെ ഈ വിചാരണ കോടതിയിലേക്ക് വരുമ്പോൾ എതിർക്കില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ കൃത്യമായി നിയമം ഞങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്ന ഒരു സൂചന കൂടിയാണ്. നീതി ലഭ്യമാക്കാൻ വേണ്ടി വരുന്ന ഇടപെടലുകൾ നമ്മൾ ആശ്വാസപൂർവ്വം കാണുമ്പോഴും അപ്പോൾ അതിന് മുൻപുണ്ടായ ഇടപാടുകളും ഇതേ നിയമത്തിന്റെ മുകളിലുള്ള രാഷ്ട്രീയ ഇടപാടുകൾ തന്നെയാണ് എന്ന കാണിക്കൽ കൂടി ഉണ്ടാകുന്നു. മാധു, നിലവിൽ തന്നെ മാധു ഇടപെട്ട സമയത്ത് സംസാരിക്കുന്ന മാധു ചില ചോദ്യങ്ങൾ ഉന്നയിച്ച സമയത്ത് പ്രിയപ്പെട്ട ഉല്ലാസ് സ്വരാജ് റൗണ്ടിലൂടെ 3 റൗണ്ട് ഉരുണ്ട് കഴിഞ്ഞു. ഇനി അദ്ദേഹത്തെ കൂടുതൽ ഉരുളിക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്യരുതെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഈ കാര്യത്തിൽ BJPയുടെ കപട മുഖം പൂർണ്ണമായും കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ വെളിവാക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങേയറ്റത്തെ കാപട്യം, കുറച്ചു കാലമായിട്ട് തുടരുന്ന ക്രൈസ്തവ സ്നേഹം എന്ന് പറയുന്ന കാപട്യം, ആ കപടമുഖം പരിപൂർണമായി തകർന്നുകൊണ്ടിരിക്കുകയാണ്.
ഞാനതിലേക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാൻ സാധിക്കും. ഞാൻ ഇപ്പോൾ നിലവിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ഇതിലെ പ്രശ്നം എന്താ, ഉല്ലാസ് ആദ്യം പറഞ്ഞ പോയിന്റ്, റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കുട്ടികളെ ചോദ്യം ചെയ്ത സമയത്ത് അല്ലെങ്കിൽ കുട്ടികളുടെ ടിക്കറ്റ് വെച്ച സമയത്ത് എന്നൊക്കെ പറഞ്ഞു. ഇത് പരിശോധിക്കാൻ ബജ്റംഗ് ദളിന് ആരാണ് അനുവാദം കൊടുത്തത്? ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് നിയമമല്ല, ആ നിയമത്തെ കയ്യിലെടുക്കാൻ സംഘപരിവാറിന്റെ ഒരു ഫ്രിഞ്ച് എലിമെന്റ് ആയിട്ടുള്ള ബജ്റംഗ് ദളിന് ആര് അനുമതി കൊടുത്തു? അവിടെ ഈ ജനക്കൂട്ടം നീതി നടപ്പാക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ആ ജനക്കൂട്ടത്തിന്റെ ആക്രോശം നിങ്ങൾ കണ്ടതല്ലേ? ബജ്റംഗ് ദളിന്റെ പ്രവർത്തകർ പോലീസിന്റെ സാന്നിധ്യത്തിൽ ഈ പറയുന്ന കന്യാസ്ത്രീകൾക്ക് നേരെ നടത്തിയിട്ടുള്ള അതിക്രമങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതല്ലേ? അവരെ മർദ്ദിക്കാൻ പോകുന്നു, അങ്ങേയറ്റം ക്രൂരമായിട്ട് അവരോട് പെരുമാറുന്നു, അവരോട് ഏറ്റവും മോശമായ ഭാഷയിൽ പെരുമാറുന്നു, അവരെ മർദ്ദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതെല്ലാം നമ്മൾ വീഡിയോയിൽ കണ്ടതിന് ശേഷം അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, അവിടെ നിയമം നടപ്പാക്കുക മാത്രമാണ് ചെയ്താൽ ഇത്രയും ദിവസം ഉല്ലാസ് അടക്കമുള്ള BJPയുടെ സംസ്ഥാനത്തെ പാനലിസ്റ്റുകൾ വന്ന് എല്ലാ ചാനലും പറഞ്ഞിരുന്നത് ഇവരെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ വന്നിട്ട് പറഞ്ഞു കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തിട്ടില്ല, നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതിന് ശേഷവും ഈ BJPയുടെ ഒരു വിഭാഗം വക്താക്കളൊക്കെ ചാനൽ വന്നിരുന്നിട്ട് RSS വിഭാഗത്തിന്റെ കയ്യടി കിട്ടാൻ വേണ്ടി കന്യാസ്ത്രീകൾക്കെതിരെയുള്ള കാര്യങ്ങളാണ് ഇത്രയും ദിവസം പറഞ്ഞിരുന്നത്. ഇപ്പോ ഇന്ന് അമിത്ഷാ ആർക്കാ ഉറപ്പ് കൊടുത്തത്? ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞല്ലോ എന്തിന് UDF-കാർ പോയി, എന്തിന് കോൺഗ്രസ്സുകാർ പോയി എന്ന് ചോദിച്ചല്ലോ. UDF-ന്റെ MP-മാർ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടപ്പോഴാണ് ഉറപ്പ് കിട്ടിയത്. ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ഇനി ആ കേസിൽ ജാമ്യത്തിനെ എതിർക്കില്ല എന്ന് ഉറപ്പ് UDF-ന്റെ MP-മാർക്കാണ് കിട്ടിയത്. എന്തേ രാജീവ് ചന്ദ്രശേഖരൻ ആ ഉറപ്പ് കിട്ടായിരുന്നത്? നിങ്ങളുടെ നേതാവല്ലേ, നിങ്ങൾ പറയുന്ന പോലെ രാഷ്ട്രീയ പാർട്ടികളിലാണ് മന്ത്രിമാരെ തെരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ നേതാവാണല്ലോ അവിടെ ഭരിക്കുന്നത്. ഞങ്ങൾ ചെലുത്തിയ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട്, ഞങ്ങൾ ചെലുത്തിയിട്ടുള്ള രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട്, കേരളത്തിലെ പ്രബുദ്ധ ജനത മുഴുവൻ തെരുവിലിറങ്ങിയതിന്റെ ഭാഗമായിട്ട്, ക്രൈസ്തവ വിഭാഗങ്ങൾ മുഴുവൻ അവരുടെ പിതാക്കന്മാർ അടക്കമുള്ളവർ തെരുവിലിറങ്ങി സമരം ചെയ്തതിന്റെ ഭാഗമായിട്ട്, കേരളത്തിലെ മാധ്യമ സമൂഹം നിതാന്ത ജാഗ്രതയോടുകൂടി ഈ വിഷയത്തെ ഫോളോ ചെയ്തതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കീഴടങ്ങേണ്ടി വന്നു. നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിക്ക് കീഴടങ്ങേണ്ടി വന്നു എന്നുള്ളത് ഒന്ന് വസ്തുത. അവിടെ നിങ്ങൾ ഛത്തീസ്ഗഡിലെ ഗവൺമെന്റിനെ വിളിച്ച് ഇനി ജാമ്യത്തെ എതിർക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അതിലേക്ക് ചെന്നെത്തിയതാണ്. എത്തിയത് എന്തുകൊണ്ടാ? എത്തിയത് വലിയ തോതിലുള്ള ജനരോഷം നിങ്ങൾക്കെതിരായി കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ജാതി മത രാഷ്ട്രീയ വ്യത്യാസമന്യേ കേരളത്തിലെ BJPക്കെതിരായിട്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും തിരിഞ്ഞപ്പോൾ ഗത്യന്തരമില്ലാതെ ആ നിലപാടിലേക്ക് എത്തേണ്ടി വന്നാണ്. ഒന്ന്. രണ്ട്, ഈ വിഷയത്തിൽ BJPയുടെ കാപട്യം എന്ന് പറയുന്നത് എന്താ? BJPയുടെ സംസ്ഥാനത്തെ മുൻ പ്രസിഡന്റ് ഇന്നിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് എന്താ? സംസ്ഥാനത്ത് വലിയ മതപരിവർത്തനം നടക്കുന്നു എന്ന ആക്ഷേപം ഉന്നയിക്കുകയാണ്. ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുകയാണ്. സുപ്രീം കോടതിയിൽ പോയി കൊടിക്കുന്നിൽ സുരേഷിനെ കുറ്റവിമുക്തനാക്കിയിട്ടുള്ള ഒരു കേസിൽ വീണ്ടും അദ്ദേഹത്തെ പോലെ ഒരു പട്ടികജാതി വിഭാഗക്കാരനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഇവിടെ ഫേസ്ബുക്കിൽ ഇന്ന് BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ആരെയാണ് ലക്ഷ്യം വെക്കുന്നത്? ഇവിടെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒരു മതത്തിൽ വിശ്വസിക്കാനും ആരാധിക്കാനും പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട്. അത് ഏതെങ്കിലും BJP ആഫീസിൽ തിരഞ്ഞെടുത്ത് കൊടുക്കാൻ സാധിക്കില്ലല്ലോ. അത് ഇന്ത്യൻ ഭരണഘടന കൊടുത്ത അവകാശമല്ലേ. ആ അവകാശത്തിനെതിരായിട്ടുള്ള നിലപാട് ഇവരെടുക്കുന്നു. ഇവരുടെ തന്നെ ഭാഗമായിട്ടുള്ള ശശികല ടീച്ചർ ഇപ്പോൾ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് എന്താ? നിങ്ങൾ വായിച്ചു നോക്ക്. ഇവിടുത്തെ തിരുമേനിമാരെ പുലഭ്യം പറഞ്ഞുകൊണ്ട് ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കന്മാര് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പൊ RSS-ന്റെയും സംഘപരിവാറിന്റെയും കേരളത്തിലെ സൈബർ അണികളടക്കം ക്രൈസ്തവ പുരോഹിതന്മാരെയും കന്യാസ്ത്രീകളെയും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പുലഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് തടയാൻ അവർക്ക് കഴിയുന്നുണ്ടോ? ഈ കേസ് ഇവർ പറഞ്ഞല്ലോ, ഇപ്പോ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ്സുകാർ എന്തുകൊണ്ട് പറഞ്ഞല്ലോ, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ അഭിപ്രായം പറഞ്ഞല്ലോ, പാർലമെന്റിന് അകത്ത് പറഞ്ഞല്ലോ. പ്രിയങ്ക ഗാന്ധിയേക്കാൾ ഇനി അതിൽ വേറെ ആരാ അഭിപ്രായം പറയുന്നത്? പ്രിയങ്ക ഗാന്ധി തന്നെ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞല്ലോ. ഈ കന്യാസ്ത്രീകളെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കണം എന്നുള്ള അഭിപ്രായം, കോൺഗ്രസിന്റെ അഭിപ്രായം കൃത്യമായി പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കാണ് നിലപാടില്ലാത്തത്. നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ ഒരു നിലപാട്, സുരേന്ദ്രന് വേറൊരു നിലപാട്. ശരി, ഞാൻ വരാം. ശ്രീമതി മഞ്ജു, ഇപ്പോൾ ഒരു പ്രതിഷേധ വേദിയിൽ നിന്നാണ് മാതൃഭൂമി ന്യൂസിന്റെ സൂപ്പർ പ്രൈം ടൈമിലേക്ക് അങ്ങ് തന്നെ ചേരുന്നത്. അനിതര സാധാരണമായ, സാധാരണഗതിയിൽ ഒന്നും കേൾക്കാത്ത തരത്തിലുള്ള വലിയ പ്രതിഷേധം സഭകളുടെ ഭാഗത്ത് നടക്കം ഉണ്ടാവുകയാണ്. വിവിധ രാഷ്ട്രീയ കക്ഷികൾ അതിന് വലിയ തോതിലുള്ള പിന്തുണയും നൽകുന്നുണ്ട്. രണ്ട് കന്യാസ്ത്രീകൾ സഹായിക്കാൻ ആരുമില്ലാത്ത തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു എന്ന ഒരു വലിയ വ്യഥ കേരള സമൂഹം അപ്പാടെ പേറുന്നുമുണ്ട്. ഇന്നിപ്പോൾ അവിടെ പോയി സന്ദർശനം നടത്തിയ നമ്മുടെ നേതാക്കളെല്ലാവരും പറയുന്നത് വെറും നിലത്ത് കിടക്കേണ്ടി വരുന്നു എന്നതടക്കമുള്ള വളരെ ദയനീയമായ സാഹചര്യങ്ങൾ കൂടിയാണ്. വലിയ ആശ്വാസം തോന്നുന്നുണ്ടോ? ഇനി ഹൈക്കോടതിയെ സമീപിക്കുക, ശേഷം വിചാരണ കോടതിയിലേക്ക് വീണ്ടും എത്തുക, സർക്കാർ ജാമ്യത്തെ എതിർക്കാത്ത സാഹചര്യം ഉണ്ടാവുകയാണ് എങ്കിൽ കന്യാസ്ത്രീകൾക്ക് പുറത്തേക്ക് വരാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം പുതുതായി നിങ്ങൾക്കുണ്ടാകുന്നുണ്ടോ? ശ്രീമതി മഞ്ജു, കേൾക്കാമോ?
ഞാൻ ചോദിക്കുന്നത് അങ്ങേക്ക് കേൾക്കാമോ? ചെറിയ പ്രശ്നമുണ്ട്, ഞാൻ തിരികെ വരാം. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഇപ്പൊ ശ്രീ ഉല്ലാസ് ബാബു സംസാരിച്ചപ്പോൾ തന്നെ പറയുന്നത് വളരെ പ്രാഥമികമായ ഒരു കാര്യം അദ്ദേഹം പറയുന്നത്. ഇനിയിപ്പോൾ അദ്ദേഹം ഉദ്ദേശശുദ്ധി എന്ന് തിരുത്തുമോ എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാൽ പോലും 2 കന്യാസ്ത്രീകളും 3 കുട്ടികളും അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നു. അവരുടെ പക്കൽ ആവശ്യമായ രേഖകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചോദ്യം ചെയ്യലുണ്ടാകുന്നു. ടിയുടെ ഭാഗത്തുനിന്ന് പിന്നീട് പോലീസ് വരുന്നു, അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ പോലീസിന്റെ ചോദ്യം ചെയ്യുന്നു. അപ്പോഴാണ് ഈ നിർബന്ധപൂർവ്വം കൊണ്ടുപോകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളായൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷേ ഈ 3 പേരും 2 കന്യാസ്ത്രീകളും എന്ന നിലയ്ക്കായിരുന്നു ആ സംഭവം. അവിടെ വളരെ പ്രാഥമികമായ കാര്യമാണ്. ഈ കുട്ടികൾ അവിടെ ഉണ്ടാകുന്നു, അവരുടെ പക്കൽ പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ അടക്കം ഉണ്ടായിരുന്നില്ല. ടി ചോദ്യം ചെയ്യുന്നു. അപ്പോൾ അവരുടെ ടിക്കറ്റ് സിസ്റ്റർമാരുടെ കയ്യിലാണ് എന്ന് പറയുന്നു. ആ വേള വരെ അവർ തമ്മിൽ കണ്ടിട്ടില്ല. അതായത് ഇന്നലെയും ചോദിച്ച ഒരു കാര്യമാണ്, ഈ മനുഷ്യക്കടത്ത് നടത്താൻ വരുന്ന ആളുകൾ, അക്രമകാരികൾ വന്നുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യക്കടത്തിന് ഇരയാകുന്ന ആളുകൾ നേരത്തെ അവിടെ വന്ന് പോകാൻ തയ്യാറായിരിക്കുന്നു. അതെന്തൊരു ചിത്രമാണ് അല്ലേ? അപ്പോൾ പക്ഷേ പറഞ്ഞു വരുമ്പോൾ 3 കുട്ടികളും 2 കന്യാസ്ത്രീകളും ഒരുമിച്ചിരിക്കുന്നു എന്ന നിലയ്ക്കൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഈ പ്ലാറ്റ്ഫോം ടിക്കറ്റിന്റെ പരിശോധനയോ ചോദ്യം ചെയ്യലോ ഉണ്ടാകില്ല. കാരണം ആവശ്യമായ യാത്രാരേഖകൾ കൈവശം ഉണ്ടായിരിക്കും. ഈ നിലയ്ക്കുള്ള കാര്യങ്ങളാണ്. അവിടെ പോലീസ് കണ്ണടച്ചു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പോലീസ് കണ്ണടച്ച് എന്ന് പറയാൻ പറ്റുമോ? ബജ്രംദൾ പ്രവർത്തകർ ടിയുടെ അറിയിപ്പിനെ തുടർന്ന് റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ സംഘടിതരായി വരികയും ഈ പാവപ്പെട്ട കുട്ടികളെയും 2 കന്യാസ്ത്രീകളെയും ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാക്കുകയാണ് ചെയ്തത്. എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്? നിങ്ങൾ ഇവിടെ വന്ന് ഞങ്ങളുടെ ഭക്ഷണം കഴിച്ച് ഞങ്ങളെ രാജ്യത്തെ ആളുകളുടെ മതം മാറ്റുകയാണോ എന്നാണ് ചോദിച്ചത്. ആ ചോദ്യം ഉല്ലാസ് ബാബു എന്തു പറഞ്ഞാലും ഉല്ലാസ് ബാബുവിൻ്റെ ഉള്ളിൽ കിടന്ന് തിളക്കുന്ന ചോദ്യമാണത്. ഓരോ RSSകാരൻ്റെയും മനസ്സിൽ പ്രതിഷ്ഠീകരിക്കപ്പെട്ട ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് സെമറ്റിക് മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്കെതിരായിട്ട്, മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരായിട്ടുള്ള അവരുടെ ഒരു പ്രത്യയശാസ്ത്ര നിലപാടാണ്. ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രയോഗമാണ് എത്രയോ കാലമായി ഒഡീഷയിലും ഈ മധ്യപ്രദേശിലും ഈ ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലുമൊക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കന്യാസ്ത്രീകൾ അവരുടെ ആത്മീയ വൃത്തിയുടെ ഭാഗമായിട്ട് ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ ആഗ്രയിലേക്ക് പോകുന്നത് ഈ കുട്ടികളുടെ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിനാണ്. അപ്പോൾ അവരുടെ കൂടെ യാത്ര ചെയ്യുന്ന ഈ കുട്ടികളെ എങ്ങനെയാണ് ടി കുറ്റവാളികളാണ്, മനുഷ്യക്കടത്തിന് പോകുന്ന ആളുകളാണ് എന്ന് പെട്ടെന്ന് തിരിച്ചറിഞ്ഞത്? അപ്പോൾ കൃത്യമാണ് കാര്യങ്ങൾ. വളരെ ആസൂത്രിതമായി സംഘടിതമായി ഛത്തീസ്ഗഡ് പോലുള്ളൊരു സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഒത്താശയിൽ നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയാണിത്. ആ ന്യൂനപക്ഷ വേട്ട ഉല്ലാസ് ബാബു എന്തു പറഞ്ഞാലും ഉല്ലാസ് ബാബു അത് നിങ്ങളുടെ പ്രത്യയശാസ്ത്രമാണ്. നിങ്ങളുടെ ആചാര്യനായിരിക്കുന്ന ഗോൾവാൾക്കർ ആ വിചാരധാര എന്ന് പറയുന്ന കുപ്രസിദ്ധമായ ആ വംശീയ സിദ്ധാന്തം അവതരിപ്പിക്കുന്ന ആ കൃതിയിൽ എഴുതി വച്ചിരിക്കുന്നത് ആഭ്യന്തര വിപത്തുകളായിരിക്കുന്ന മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ഈ രാജ്യത്ത് നിന്ന് ഉച്ചാടനം ചെയ്യണമെന്ന് മാത്രമല്ല, നമ്മൾ അഥവാ നമ്മുടെ ദേശീയ നിർവചിക്കപ്പെടുന്നു എന്ന കൃതിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ വിദേശ വംശജരെ എന്ത് ചെയ്യണമെന്നാണ്? ജർമ്മനിയിൽ നാസികൾ ചെയ്തതുപോലെ വംശീയമായി ഇല്ലാതാക്കണം. ജർമ്മൻ മാതൃക നമ്മൾ സ്വീകരിക്കണം. ഗോൾവാൾക്കർ സംശയത്തിനിട നൽകാത്ത രീതിയിൽ വിശദീകരിച്ചിരിക്കുന്നത് ഇവിടെ സാമൂഹ്യക്ഷേമത്തിൻ്റെയും ചാരിറ്റി പ്രവർത്തനത്തിൻ്റെയും പേരിൽ ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്നത് മതപരിവർത്തനമാണ് എന്നാണ്. അതുകൊണ്ട് ഇവരെ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ എതിർക്കണം, ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ വേട്ടയാടണം എന്ന വംശീയ സിദ്ധാന്തം, വിദ്വേഷ സിദ്ധാന്തം പ്രത്യയശാസ്ത്രമാക്കിയിട്ടുള്ള ആളുകളാണ് RSSകാർ. അത്തരമൊരു RSS അജണ്ടയിലാണ് ഈ പാവപ്പെട്ട നിരപരാധികളായ കന്യാസ്ത്രീകൾ വേട്ടയാടപ്പെട്ടത്. വ്യാജ കുറ്റം ആരോപിച്ച് അവരെ അറസ്റ്റ് ചെയ്ത് ജാമ്യം പോലും നൽകാതെ ജയിലിലടച്ചത്. ഏതായാലും നമുക്ക് സന്തോഷിക്കാം. അമിത്ഷാക്ക് പറയേണ്ടി വന്നല്ലോ, സംസ്ഥാന സർക്കാർ, ഛത്തീസ്ഗഡ് സർക്കാർ കോടതിയിൽ ജാമ്യാപേക്ഷയെ എതിർക്കില്ല, ഇവർക്ക് ജാമ്യം കൊടുക്കും. അതെങ്ങനെയാണ് സംഭവിച്ചത്? ഇവിടെ ഉല്ലാസ് ബാബു അങ്ങേയറ്റം ലഘൂകരിച്ച് ലളിതവൽക്കരിച്ച് പറയുന്നത് പോലെയാണ് കാര്യം. ഈ രാജ്യമാകെ ഇളകി. പാർലമെന്റിനകത്ത് പ്രതിപക്ഷം അതിശക്തമായ പ്രതിഷേധം പ്രകടിപ്പിച്ചു. ഛത്തീസ്ഗഡിലേക്ക്, ഈ ദുർഗിലേക്ക് ഈ രാജ്യത്തിന്റെ നേതാക്കൾ യാത്ര തുടങ്ങി. അവർ ജയിലിൽ മുറ്റത്ത് പോയി നിന്നു. ഇവരെ കാണണമെന്ന് വാശി പിടിച്ചു. രാജ്യമാകെ അത് കണ്ടു, ലോകമാകെ അത് കണ്ടു. അങ്ങനെ ഒരു സന്ദർഭത്തിൽ എന്താണ്
തോണി മറഞ്ഞാൽ പിന്നെ എന്താണ് അതിൻ്റെ പുറാണ് നല്ലതെന്ന് പറയലാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് മിസ്റ്റർ അമിത്ഷാ വ്യക്തമാക്കിയത് ഞങ്ങൾ ജാമ്യാപേക്ഷയെ എതിർക്കില്ല. ഇത് ഉല്ലാസ് ബാബു ഈ ചർച്ചയിൽ പാവപ്പെട്ട മലയാളികളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നത് പോലെ എന്താണ് ഒരു നിയമപരമായ ഒരു സാങ്കേതികമായ പ്രശ്നം പരിഹരിക്കുന്ന ഒരു ചൊറ നിൽക്കുന്ന പ്രശ്നമല്ല ഇത്. ഇത് നിങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയാണ്, നിങ്ങളുടെ പ്രത്യയശാസ്ത്രമാണ്. നിങ്ങളുടെ പ്രത്യയശാസ്ത്ര ലക്ഷ്യം ഈ രാജ്യത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമായിരിക്കുന്ന ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കുക എന്നാണ്. അതാണ് മണിപ്പൂരിൽ കാണുന്നത്. ഇതിനു മുമ്പ് നിങ്ങൾ ഈ ഛത്തീസ്ഗഡിൽ തന്നെ നിങ്ങളുടെ വനവാസി കല്യാൺ ആശ്രം എന്ന് പറയുന്ന സംഘടന എന്തിനു വേണ്ടി ഉണ്ടാക്കിയതാണ്? ആ സംഘടനയുടെ ദൗത്യം എന്താണ്? ക്രിസ്ത്യൻ മതം സ്വീകരിച്ചത് ഒരു തെറ്റാണെന്ന് പറയാൻ ഉല്ലാസ് ബാബുവിന് എന്താണ് അവകാശം? ഞാനും ഉല്ലാസ് ബാബുവും ഒക്കെ തുല്യ പൗരത്വമുള്ള ഈ രാജ്യത്തിൻ്റെ നമ്മുടെ പൗരത്വത്തെയും ആ പൗരത്വം നൽകിയിരിക്കുന്ന നമ്മുടെ ഭരണഘടന നമുക്ക് നൽകിയിരിക്കുന്ന മൗലിക അവകാശങ്ങളെയും നമുക്ക് ആർക്കാണ് അങ്ങനെ അങ്ങ് നിഷേധിക്കാൻ കഴിയുക? ഒരു ഗോൾവാൾക്കർ പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുന്നതാണോ ഈ കാര്യങ്ങൾ? നമ്മുടെ ഭരണഘടനയുടെ 25-ാം ആർട്ടിക്കിൾ ഉല്ലാസ് ബാബു ഒരു സംശയത്തിനും ഇടയില്ലാതെ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം. മതം ജന്മമൂലം ഉണ്ടാകുന്നതല്ല, അത്തരത്തിലുള്ള വംശീയ സിദ്ധാന്തമൊന്നും വേണ്ട. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം. ശരി, തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീമതി മഞ്ജു, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? കേൾക്കാം. ഇനി ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോയാൽ ഛത്തീസ്ഗഡ് സർക്കാരിന്റെ എതിർപ്പില്ലാത്തതിന്റെ പശ്ചാത്തലത്തിൽ വിചാരണ കോടതിയിൽ നിന്ന് തന്നെ ജാമ്യം അനുവദിച്ച് കിട്ടും എന്നൊരു വിശ്വാസം ഉണ്ടാകുന്നുണ്ടോ? അത്തരത്തിലുള്ള ആശയവിനിമയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ഞങ്ങൾക്കിപ്പോൾ കൂടുതലൊന്നും ഇപ്പോൾ പറയാനില്ല. ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും മതസംഘടനകളും ചേർന്ന് ഞങ്ങൾക്ക് നീതി ഉറപ്പു തരണം. ഇതിപ്പോ പക്ഷെ ഒരു നിയമപ്രശ്നം കൂടിയായി മാറിയിരിക്കുകയാണല്ലോ. രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും എന്നതിനപ്പുറത്തേക്ക് ഇതൊരു നിയമപ്രശ്നമാണ്. ഇത് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു കേസാണ്. അതിൽ നൂലാമാലകൾ ഏറെയുണ്ട്. ഗൗരവമുള്ള 2 വകുപ്പുകളാണ് ചുമത്തപ്പെട്ടിരിക്കുന്നത്. പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അതിൽ നിയമപരമായി തന്നെ ആ കുരുക്കഴിച്ചു വരേണ്ടതുണ്ട്. ഓക്കെ, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഞങ്ങൾക്ക് നീതി ലഭിക്കുക തന്നെ ചെയ്യും. ഇന്നിപ്പോൾ വലിയ ഒരു പ്രതിഷേധത്തിന്റെ വേദിയിൽ നിന്ന് കൂടിയാണല്ലോ ശ്രീമതി മഞ്ജു, പാംബ്ലാനി പിതാവ് അടക്കമുള്ളവരൊക്കെ പങ്കെടുത്ത ഒരു പ്രതിഷേധത്തിന്റെ വേദിയിൽ നിന്നാണ് അങ്ങ് സൂപ്പർ പ്രൈം ടൈമിന്റെ ഭാഗമാകുന്നത് ഈ ചർച്ചയിലേക്ക് വരുന്നത്. അപ്പോൾ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്ന ചിലതുകൂടി ഉണ്ട് എന്നൊരു തോന്നൽ സ്വാഭാവികമായി ഉണ്ടാവേണ്ടതാണ്. ആ തരത്തിലുള്ള ഇടപെടലുകളും സർക്കാരുകളുടെ ഇടപെടലുകളും കൂടി ഉണ്ടാകുന്നുണ്ട്. കേൾക്കാമോ അങ്ങേക്ക്? കേൾക്കാം, പറഞ്ഞോളൂ. ഇന്നങ്ങൊരു പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നില്ലേ? അവിടെ നിന്നാണ് ഞങ്ങളുടെ ചർച്ചയിലേക്ക് വരുന്നത്. അതെ, അവിടെ ഉണ്ടായ ഒരു വികാരം എന്താണ്? ഏതു തരത്തിൽ ഈ വിഷയത്തിൽ ഇടപെടാനാണുള്ള തീരുമാനം? ഇവിടെ നിന്ന് കൂടിയ ജനങ്ങളെ കണ്ടാൽ നമുക്കറിയാം ഇവർ എത്രമാത്രം നമ്മളോട് സപ്പോർട്ടീവാണ് എന്നുള്ളത്. സഭയുടെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായ ഒരു ഐക്യത്തെയാണ് ഈ ജനസമൂഹത്തെ കാണുമ്പോൾ നമുക്ക് ഉറപ്പാവുന്നത്. ശരി, അവിടെ നിന്ന് ഛത്തീസ്ഗഡിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? സംസാരിച്ചിട്ടുണ്ടോ അവിടെ ഉള്ളവർ? ഇപ്പോൾ സഹോദരനടക്കം അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ജാമ്യം പെട്ടെന്ന് കിട്ടും എന്നൊരു വിശ്വാസമുണ്ടോ? ഇന്ന് ഞങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല. ശരി, എന്നാണ് ജാമ്യാപേക്ഷ ഇനി നൽകുക എന്നത് സംബന്ധിച്ച്? ഇന്ന് ഞങ്ങളോട് അതിനെക്കുറിച്ചൊന്നും അവർ സംസാരിച്ചിട്ടില്ല. ഞങ്ങളെ അറിയിക്കുമായിരിക്കാം. ശരി, എന്തായാലും നമുക്കൊക്കെ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ തീരുമാനത്തിനെതിരെ വീണ്ടും കോടതിയിലേക്ക് പോവുക എന്നാണ്. അങ്ങനെയാണ് എങ്കിൽ ഒരു ശുഭപ്രതീക്ഷയോട് കൂടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ ഉല്ലാസ് ബാബു, ഇപ്പോൾ അങ്ങ് നേരത്തെ ചോദിച്ച ഒരു കാര്യം, എന്തുകൊണ്ടാണ് നേരത്തെ ഇവിടെ കേരളത്തിൽ തന്നെ 2021 2 കന്യാസ്ത്രീകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ആ കേസിൽ ഇന്നലെയാണ് അവരെ കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള ഉത്തരവ് വന്നത് എന്നതടക്കമുള്ള കാര്യമാണ്. അങ്ങ് നേരത്തെ പറഞ്ഞതിന് വിഭിന്നമായി ഈ ബജ്രംഗ് ദളിന്റെ ഇടപെടൽ രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്നാണ് ബജ്രംഗ് ദളിന്റെ അഭിഭാഷകൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ
അങ്ങനെ ഒരു രാഷ്ട്രീയ ഇടപെടൽ, അവിടെ ഒരു രാഷ്ട്രീയ വാശി പ്രകടിപ്പിക്കുന്നുണ്ട് ബജ്രംഗ് ദൾ. നിങ്ങളുടെ അവിടുത്തെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ അതിനെ പിന്തുണയ്ക്കുന്നുമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അമിത്ഷായുടെ ഒരു ഉറപ്പുണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഉറപ്പ് നൽകാൻ കഴിയുന്നത്, അതായത് NIA കോടതിയിലേക്ക് ഒരു കാര്യം പോയാലും അതിൽ പരിഹരിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഇടപെടൽ സാധ്യമാണ്. രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെടേണ്ടതുണ്ടോ, മനുഷ്യക്കടത്ത് ചുമത്തപ്പെടേണ്ടതുണ്ടോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് രാഷ്ട്രീയമായിട്ടാണ്, അല്ലേ? മധുവിൻ്റെ ചോദ്യത്തിൽ പെശകുണ്ട്. ആ പെശകിൻ്റെ മറുപടി ഞാൻ പറയുന്നതോടൊപ്പം തന്നെ സഖാവ് KT കുഞ്ഞിക്കണ്ണൻ അവറുകളും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സന്ദീപും പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു മറുപടി പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. സഖാവ് കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? നിങ്ങളെല്ലാവരെയും ഒരുപോലെ കാണുന്നു, മതേതരത്വം തകർന്നു, അത് എന്താ എന്ന് പറയുക, വലിയ പ്രയാസങ്ങൾ പൊതുസമൂഹത്തിൽ വലിയ വിഷയങ്ങളാക്കി കാണുന്നു. അത് ഗംഭീര സമരത്തിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. എൻ്റെ കുഞ്ഞിക്കണ്ണൻ സഖാവ്, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങളെ അടക്കമുള്ള ആളുകൾക്കുള്ള പാരയാണ് ഈ മാധ്യമപ്രവർത്തകരും കോൺഗ്രസ്സുകാരും കൂടി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ സർക്കാർ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണല്ലോ അല്ലേ? അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസ് എടുത്ത ഇതേപോലെയുള്ള കേസ് ഈ കേരളത്തിൽ ഉണ്ടായത് എന്ത് അടിസ്ഥാനത്തിലാണ് സാർ? അങ്ങ് പറയുന്ന വലിയ രീതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ കേരളത്തിൽ നടപ്പിലാക്കിയ സമയത്ത് എന്തേ സാർ അങ്ങയുടെ പാർട്ടി മിണ്ടാഞ്ഞത്? എന്തേ സാർ അങ്ങയുടെ സഖാക്കന്മാർ ആരും വാ തുറക്കാഞ്ഞത്? എന്തേ സാർ മതേതരത്വത്തിന് കോട്ടം സംഭവിക്കാഞ്ഞത്? എന്തേ സാർ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണതെന്ന് നിങ്ങൾക്ക് തോന്നാഞ്ഞത്? അതുകൊണ്ടല്ലേ ഇന്നലെ വിചാരണ പോലും കൂടാതെ ആ കേസ് ഡിസ്ചാർജ് ചെയ്ത് കളഞ്ഞത്? രണ്ടാമത്തെ കാര്യം, ഈ മതപരിവർത്തന നിരോധന നിയമം ഛത്തീസ്ഗഡിൽ ഉണ്ടാക്കിയത് BJP ആണോ? അങ്ങൊന്ന് അന്വേഷിക്കൂ. അതിനെതിരെ അങ്ങ് പ്രവർത്തിച്ചിട്ടുണ്ടോ? 2021 5 പള്ളിയിൽ അച്ഛന്മാരെ ജയിലിൽ കൊണ്ട് 11 മാസം വിട്ട് അതിനുശേഷം അവർ തെറ്റുകാരല്ലെന്ന് പറഞ്ഞ് കേസ് മാറിയ സമയത്ത് അങ്ങയുടെ പാർട്ടിക്കാരൊന്നും മിണ്ടിയില്ലല്ലോ. അങ്ങയുടെ ആർക്കും അവിടെ വണ്ടി വിളിച്ച് പോകാൻ തോന്നിയില്ലല്ലോ. എന്താ 11 മാസം എന്താ അങ്ങയുടെ നേതാക്കന്മാരൊന്നും അങ്ങോട്ട് വണ്ടി വിളിച്ച് പോവാഞ്ഞേ? അങ്ങേക്കപ്പോൾ മതേതരത്വം തകർന്നായി കണ്ടില്ല? അങ്ങേക്കപ്പോൾ ഭരണഘടന തകർന്നായി കണ്ടില്ല? അങ്ങേക്ക് ഞാനും നിങ്ങളും ഒരുപോലെയാണെന്ന് സമമാരാണെന്ന് ഫീൽ ചെയ്തില്ല? ഇസ്രായേൽ വിഷയത്തിലെ കേരളത്തിലെ അടക്കമുള്ള ക്രിസ്ത്യൻ സഹോദരന്മാർ അവിടെ അനുഭവിക്കുന്ന വേദനകളും തീവ്രവാദ സമൂഹം അവർക്ക് നേരെ ആക്രമണം നടത്തുമ്പോൾ ഇന്ത്യൻ സർക്കാർ എടുത്ത തീരുമാനം എന്താ സാറേ? നിങ്ങളുടെ പാർട്ടി എടുത്ത തീരുമാനം എന്താ സാറേ? അപ്പോൾ അങ്ങേക്ക് തോന്നിയില്ല ക്രിസ്ത്യൻ സഹോദരന്മാർ നമ്മുടെ ഭാഗമാണെന്ന്? അങ്ങേക്ക് ഫീൽ ചെയ്തില്ലല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മുനമ്പം വിഷയത്തിനകത്ത് ഉണ്ടായിട്ടുള്ള പ്രശ്നത്തിൽ അങ്ങയുടെ പാർട്ടി എടുത്ത തീരുമാനം എന്താ സാറേ? അങ്ങേക്ക് തോന്നിയില്ല നമ്മളെല്ലാവരും സമന്മാരാണെന്ന്? നമുക്ക് എല്ലാവർക്കും പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോയി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കണമെന്ന് അങ്ങേക്ക് തോന്നിയില്ലല്ലേ? ഞാൻ ചോദിച്ചോട്ടെ സാറേ, കാഞ്ഞങ്ങാട് നടന്ന വിഷയത്തിലും ഞാനൊരു ലിസ്റ്റ് ഒറ്റ ഒരു 30 സെക്കൻഡ് എനിക്ക് തരണം. ഈ പന്നിയിറച്ചി വിതരണം ചെയ്തതിൻ്റെ പേരിൽ എരുമേലി സെൻറ്റ് തോമസ് സ്കൂളിൽ അടിച്ച് തകർത്ത ക്രിസ്ത്യൻ സഭയുടെ സ്കൂൾ അടിച്ച് തകർത്ത സമയത്ത് അങ്ങേക്ക് മതേതരത്വം തകർന്നായിട്ട് തോന്നിയില്ല സാറേ? ലിറ്റിൽ ഫ്ലവർ മാനന്തവാടി സ്കൂളിലും കാസർഗോഡ് പള്ളിക്കര ക്രൈസ്തവ സ്കൂളിലും പ്രൊവിഡൻസ് ഗേൾസ് സ്കൂളിലും കോഴിക്കോട് ക്രൈസ്റ്റ് നഗർ തിരുവല്ലം സ്കൂളിലും തലശ്ശേരി സെൻറ്റ് തോമസ് സ്കൂളിലും എല്ലാം ഈ മുദ്രാവാക്യങ്ങൾ പറഞ്ഞ് അവിടുത്തെ അധ്യാപകരെ മെക്കെട്ട് കയറിയ സമയത്ത് അങ്ങേക്ക് ഇത് തോന്നിയിട്ടില്ല? പർദ്ദ ധരിച്ച വിദ്യാർത്ഥികളെ സ്കൂളിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ പ്രിൻസിപ്പാളുടെ റൂമിൽ കയറി ബലമായിട്ട് മാപ്പ് പറയിപ്പിച്ചിട്ട് ആ പ്രവൃത്തി മുഴുവൻ നടത്തിയ സമയത്ത് അങ്ങേക്ക് തോന്നിയില്ല? സൺഡേ സ്കൂൾ മയക്കുമരുന്നിനെതിരെ ഒരു പ്രവർത്തനം നടത്തിയതിന് അച്ഛനെ നെഞ്ചത്ത് കയറി ചവിട്ടിയതിന് അങ്ങേക്ക് ഒരു വിഷമം തോന്നിയില്ല? മുഹമ്മദ് എന്ന പേര് ചോദ്യപേപ്പറിൽ വന്ന സമയത്ത് ഒരു അധ്യാപകൻ്റെ കൈവെട്ടിയ സമയത്ത് അങ്ങേക്ക് മതേതരത്വം തകർന്നതായിട്ട് ഫീൽ ചെയ്തില്ല? അതേപോലെ തന്നെ പാസ്റ്ററുടെ തലവെട്ടി ഫുട്ബോൾ കളിക്കണമെന്ന് പറഞ്ഞ സമയത്ത് അത് ഇവിടെ മുദ്രാവാക്യമായി വിളിച്ച സമയത്ത് അങ്ങേക്ക് കുഴപ്പമുണ്ടായില്ല? കുന്തിരിക്കം പുകച്ചു വെച്ചോ എന്ന് പറഞ്ഞ സമയത്ത് മലരും മബിലും കരുതി വെച്ചോ എന്ന സമയത്ത് അങ്ങേക്ക് മതേതരത്വം തകർന്നതായിട്ട് തോന്നിയില്ല? ഇവിടെയൊക്കെ നിങ്ങൾ എടുക്കുന്ന സെലക്റ്റീവ് രാഷ്ട്രീയ നിലപാടുകൾ. ഈ വിഷയത്തിൽ കുഞ്ഞിക്കണ്ണൻ സഖാവ് ഒരു കാര്യം മനസ്സിലാക്കിക്കോ, കോൺഗ്രസ് പാർട്ടിയും അതേപോലെ മാധ്യമങ്ങളും നിങ്ങളുടെ പാർട്ടിക്കും എതിരെയാണ് ഈ പ്രവൃത്തി നടത്തുകൊണ്ടിരിക്കുന്നത്. ആ ചതിക്കുയിൽ നിങ്ങൾ പോയി വീണു കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ വിവരക്കേട് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ കോൺഗ്രസിൻ്റെ നേതാവ് പറഞ്ഞ കാര്യത്തിൽ ഇത് വളരെ കൃത്യമാണ് മാധു, ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യം തന്നെയാണ്. അവിടെ സ്വാഭാവികമായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ, അത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും എയർപോർട്ടിലാണെങ്കിലും മറ്റെവിടെയാണെങ്കിലും ചെക്കിങ് നടക്കുന്ന സമയത്ത് ഞാനാണെങ്കിലും മാധു ആണെങ്കിലും ഹിന്ദു സന്യാസിമാരാണെങ്കിലും മുസ്ലിം പുരോഹിതരാണെങ്കിലും അല്ലെങ്കിൽ ക്രൈസ്തവ പുരോഹിതരാണെങ്കിലും അവിടെ എടുക്കേണ്ടതും നമ്മൾ കരുതേണ്ടതുമായിട്ടുള്ള പേപ്പറുകളുണ്ട്. അതെവിടെയാണെങ്കിലും അതിനകത്ത് അതില്ലാതെ വരുന്ന സമയത്ത് നിയമപരമായിട്ടുള്ള ഒരു കാര്യമുണ്ടാകും. അവിടെ അത് വിചാരിച്ചാൽ അവർ കുറ്റക്കാരാണെന്നല്ലല്ലോ, നിരപരാധിത്വം ഉണ്ട് എങ്കിൽ അത് തെളിയിച്ച് അവർ പുറത്തേക്കും വരും. അവിടെ കോൺഗ്രസിൻ്റെ അജണ്ടയാണ് ഞാൻ പറഞ്ഞത്. എന്താണ്? ഈ ബഹുമാനിതരായിട്ടുള്ള കന്യാസ്ത്രീകൾ പുറത്തു വരണമെന്ന് ഈ കോൺഗ്രസ് നേതാക്കന്മാർക്ക് താല്പര്യമില്ല. അവർ അതിനകത്ത് കിടക്കണമെന്നും അതിലൂടെ രാഷ്ട്രീയ താല്പര്യം ഉണ്ടാക്കണമെന്നും വർഗീയവാദവും മതവും കുത്തി നിറച്ചുകൊണ്ട് ഈ കേരളത്തിൽ രാഷ്ട്രീയ വിജയം നേടുന്നതിന് വേണ്ടിയിട്ടാണ്.
Okay. ഛത്തീസ്ഗഡിലെ കോൺഗ്രസിലെ 32 MLA-മാരോ അവിടെയുള്ള MP-യോ ജ്യോത്സന മഹന്ത് എന്ന് പറയപ്പെടുന്ന MP-യോ അവിടുത്തെ രാജ്യസഭ MP-മാരോ ഒരാളും ഇതിനകത്ത് വന്നിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു സമരത്തിനും അവരിറങ്ങിയിട്ടില്ല. എന്താ അവരിറങ്ങാത്ത? എന്തൊരു പത്രസമ്മേളനം വിളിക്കാത്ത? അവർ ചെയ്യില്ല. ഇവരുടെ പ്രിയങ്കയും ഇവരുടെ രാഹുലും ഈ 2021 സന്ദീപ് വാര്യർക്കും മറുപടി പറയണമെന്ന് പറഞ്ഞു. അങ്ങ് ദീർഘമായി അത് പറയുകയും ചെയ്തു. അത് ഞാൻ അനുവദിക്കുകയും ചെയ്തു. അതിന് മറുപടി അവർക്ക് പറയാം. പക്ഷെ എനിക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട് ശ്രീ ഉല്ലാസ് ബാബു. ഈ NIA കോടതിയിലേക്ക് ഒരു കേസ് പോയാൽ അത് സംസ്ഥാന സർക്കാർ ഇടപെട്ടാൽ തീരും എന്നാണോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കം പറയുന്നത് എന്നുള്ളത്? അതായത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിലപാട് ഉണ്ട് എങ്കിൽ ആ നിലപാടിനനുസരിച്ചായിരിക്കും കോടതികൾ തീരുമാനമെടുക്കുക എന്നുള്ളതാണോ? അങ്ങനെയല്ലല്ലോ മാധു. അങ്ങനെ ഞാൻ മാധുവിനോട് കൃത്യമായിട്ട് ചോദിച്ചോട്ടെ. അമിത്ഷാ എന്ന് പറയപ്പെടുന്ന ഭാരതത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അങ്ങനെ ഞങ്ങൾ ഈ കാര്യങ്ങൾ തീരുമാനിച്ചാൽ NIA കോടതിയിൽ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞു എന്ന് മാധുവിന് ആ പറഞ്ഞ വാക്കുകളുടെ കൃത്യമായ അർത്ഥം മാധു മനസ്സിലാക്കിയിട്ടുണ്ടോ? മാധു അറിഞ്ഞിട്ടുണ്ടോ? NIA കോടതിയിലേക്ക് പോയത് തെറ്റാണ്. ഒരു കാര്യം ചെയ്യൂ, അല്ല ഇത് ഹൈക്കോടതിയിലേക്ക് പോകൂ. അതിനുശേഷം അവിടെ നിന്ന് വിചാരണ കോടതിയിലേക്ക് പോകുന്ന സമയത്ത് ഛത്തീസ്ഗഡ് സർക്കാർ അതിനെ എതിർക്കില്ല എന്ന് MP-മാരോട് കൃത്യമായി അമിത്ഷാ പറഞ്ഞിരിക്കുന്നു എന്നാണ് വാർത്താ സമ്മേളനത്തിന് ശേഷം MP-മാർ വന്നു പറഞ്ഞത്. അതിനെ ഈ നേരം ഇത്രയുമായിട്ട് സർക്കാർ എതിർക്കില്ല എന്ന് ഛത്തീസ്ഗഡ് സർക്കാരിന്റെ മുഖ്യമന്ത്രിയെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി കാര്യങ്ങൾ PMO-യും ആഭ്യന്തരമന്ത്രിയും ഛത്തീസ്ഗഡ് മതി ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഡൽഹിയിലേക്ക് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തി PMO-യും ആഭ്യന്തരമന്ത്രിയും കൃത്യമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, അവർ തമ്മിൽ ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ബഹുമാനായിട്ടുള്ള BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ സഭാ നേതൃത്വത്തിൻ്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട് തന്നെ കൃത്യമായി ഉന്നതതല കാര്യങ്ങളിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, സംശയമില്ല. ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിലൊരു ഇടപെടലുകൾ കൃത്യമായി നടന്നിട്ടുണ്ട്. ഇടപെടലുടെ അടിസ്ഥാനത്തിൽ സർക്കാരിനോട് കൃത്യമായിട്ടുള്ള കാര്യങ്ങളിൽ അന്വേഷണങ്ങൾ നടത്തി നിരപരാധിത്വമുണ്ട് എങ്കിൽ അതിനകത്തെടുക്കേണ്ട തീരുമാനങ്ങൾ പങ്കുവച്ചിട്ടുണ്ടാകാം. അതിൽ എന്താണ്, എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് തോന്നുന്നത്? ഞങ്ങൾക്ക് തെറ്റ് തോന്നുന്നത് എന്നല്ല, ഇത് ഏത് വഴിക്കാണെങ്കിലും നീതി എന്നുള്ളത് തന്നെയാണ് ആവശ്യം. പക്ഷെ അങ്ങനെ ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായാൽ NIA കോടതിയിലേക്ക് പോയ ഒരു കാര്യത്തിൽ, ഒരു കേസിൽ തീരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് രാജ്യത്തിന് മുന്നിൽ ആഭ്യന്തരമന്ത്രി തന്നെ വ്യക്തമാക്കുകയാണ്. അപ്പൊ കേസ് ഒഴിവാക്കുന്നത് മാത്രമല്ലല്ലോ ശ്രീ ഉല്ലാസ് ബാബു, കേസ് എടുക്കുന്നതും ആ വഴിക്ക് തന്നെ ആകണമല്ലോ. അത് കോമഡി പറയാണോ അതോ കോമഡി പറയുന്നത് പോലെ അഭിനയിക്കുകയാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഈ BJP-യുടെ മീറ്റിങ്ങുകളിൽ എപ്പോഴും പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു. നാൾ വഴികൾ BJP-യുടെ മീറ്റിംഗ് അല്ല, മാതൃഭൂമി ന്യൂസിൽ എന്നിരുന്ന് ഈ നുണ പറയുന്നത് കൊണ്ട് മാധുവിന് വരുന്ന വാക്കുകളാണത്. മാധുവിൻ്റെ അബദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ മാതൃഭൂമി ന്യൂസിൽ കാലത്തൊട്ട് വൈകുന്നേരം വരെ ഈ അബദ്ധങ്ങളും നുണകളും തട്ടിപ്പുകളും മലീമസമായ വാക്കുകളെ കൊണ്ട് മതവർഗീയവാദവും വക്രീകരണവും നടത്തിക്കൊണ്ട് ഈ 4 ദിവസമായിട്ട് ഇപ്പൊ നടത്തുന്നുണ്ടല്ലോ. അവനവൻ ചെയ്യുന്നതാണ് മറ്റുള്ളവരും കൂടി ചെയ്യുന്നത് എന്ന് വിചാരിക്കരുതേ. അവനവനും അവനവന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവും ചെയ്യുന്നത് മാത്രമാണ് മറ്റുള്ളവരും ചെയ്യുന്നതെന്ന് വിചാരിക്കല്ലേ. അപമാനിച്ചും അപഹസിച്ചും പരിഹസിച്ചും മാത്രമല്ല സംസാരിക്കേണ്ടത്. ഞാൻ അങ്ങയുടെ രാഷ്ട്രീയ പാർട്ടിയെ അപഹസിച്ചോ അപമാനിച്ചോ? നുണയും മാധുവിന്റെ ിപ്പും മാധുവിന്റെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളും മാധുവിന്റെ വർഗീയത വക്രീകരിച്ചുകൊണ്ട് ഇവിടെ കോൺഗ്രസിന് വിത്ത് കൊയ്യാൻ വേണ്ടി വിത്ത് വതയ്ക്കുന്ന രാഷ്ട്രീയമൊക്കെ കയ്യിൽ വെച്ചാൽ മതി. അത് BJP-യുടെ നെഞ്ചത്തായിട്ട് കൊണ്ടുവരണ്ട കേട്ടോ. അവിടെ ഇവിടെ ഇരിക്കുന്ന കാവടി BJP കയറി ആടണം എന്ന് പറഞ്ഞാലേ നടക്കില്ല. ചെറിയൊരു കാര്യം, ആ കാര്യത്തിൽ നിയമപരമായിട്ട് കേസ് എടുക്കുന്നു. ആ കേസിനകത്ത് നിയമപരമായിട്ട് എടുക്കേണ്ട ഒരു തീരുമാനം, ആ തീരുമാനത്തിനകത്ത് കോൺഗ്രസ് പാർട്ടി കേരളത്തിനകത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യത്തിന് വേണ്ടി ക്രിസ്ത്യൻ വിഭാഗത്തെ കൈകലാക്കാൻ വേണ്ടിയിട്ടും അവരുടെ വോട്ട് മേടിക്കാൻ വേണ്ടിയിട്ടും വർഗീയവാദം ഉണ്ടാക്കുന്നതിന് വേണ്ടി പരസ്പരം തല്ലിക്കാൻ വേണ്ടിയിട്ടും അങ്ങയുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞ കാര്യത്തെ നിയമപരമായി വിശദീകരിക്കാനുള്ള കഴിവില്ല എങ്കിൽ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ഈ മാലയ്ക്ക് മുത്ത് കോർക്കുന്നത് പോലെ ഇങ്ങനെ എന്തൊക്കെയോ വാദാടോപങ്ങൾ നടത്തുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുന്നതിനെ വിശദീകരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് ഇരുന്ന് പാട്ടുപാടുക എന്ന രീതി അവലംബിക്കുക എന്ന് പറയുന്നത് ഒരു രക്ഷപ്പെടാനുള്ള ഒരു ഉപാധിയായി കാണാം. ഞാനിതിനില്ല. ശ്രീ ഉല്ലാസ് ബാബു, അങ്ങ് ഈ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്ക് എന്റെ പേരാണ്. ഈ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്ക് എന്റെ പേരാണ് എന്ന് അങ്ങ് ആലോചിക്കണം. അങ്ങേക്ക് നേരിടേണ്ടി വരുന്നത് ഒരു വിഷയത്തെയല്ല, ഒരാളെയാണ്. അങ്ങേക്ക് നേരിടേണ്ടി വരുന്നത് ഒരു ചോദ്യമല്ല, ഒരാളെയാണ്. അങ്ങനെ അങ്ങ് കുറച്ച് കാണുന്നതിലൂടെ എന്റെ പേര് അങ്ങ് 10 പ്രാവശ്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോകുമെന്ന് വിചാരിക്കല്ലേ.
എനിക്ക് മാധുവിനെ പേടിപ്പിച്ചിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല കേട്ടോ. എനിക്ക് ആ മാധുവിനെ പേടിപ്പിക്കാൻ പണിയില്ല. ഞാൻ വേറെ ആരും പേടിപ്പിക്കാൻ പോണ പരിപാടി. അതുകൊണ്ട് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി എടുത്ത ഒരു തീരുമാനം പ്രതിനിധിയായിരുന്നു മാധു പറയുന്ന ഒരു സ്ഥാപനത്തിൽ മാത്രം ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ചോദ്യങ്ങൾ മാത്രമാണ് ചോദിക്കുന്നത്, സ്റ്റേറ്റ്മെന്റുകൾ നടത്തുന്നില്ല. ഞാൻ ഉറപ്പ് വരുത്തുന്നു ഞാൻ മാതൃഭൂമിയിലെ ജീവനക്കാരിയാണ്, ഞാൻ മാതൃഭൂമിയിലെ ജേർണലിസ്റ്റാണ്. മാതൃഭൂമിയുടെ പ്രതിനിധീകരിച്ച് ഞാൻ വേറെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും പരിപാടി ചെയ്യുന്നതല്ല. അങ്ങ് പക്ഷേ ഇവിടെ വന്ന് അങ്ങയുടെ ജേർണലിസ്റ്റിനോട് ആ ചോദ്യത്തിന് ഉത്തരമാണ് പറയേണ്ടത്. അല്ലാതെ ആ ജേർണലിസ്റ്റിന്റെ പേര് ആവർത്തിച്ച് വലിയ ജേർണലിസ്റ്റ് കാര്യങ്ങൾ കൃത്യമായി പഠിച്ചുകൊണ്ട് പറയൂ. ജേർണലിസ്റ്റ് മാധ്യമ പ്രവർത്തനത്തിന്റെ പേരും പറഞ്ഞ് തട്ടിപ്പ് പറയുമ്പോൾ അതിനെ എതിർക്കുന്ന സമയത്ത് എന്നുള്ള നാണംകെട്ട വർത്തമാനം ജേർണലിസ്റ്റേ നിങ്ങൾ പറയണ്ടേ? നിങ്ങളെയൊക്കെ പേടിപ്പിക്കാൻ മരണം നേരം ഞാൻ വല്ല കാക്കാന്റെ കല്ലെടുത്തെറിഞ്ഞ പോരെ മാധുവോ? അല്ല, അവനവൻ അറിയാവുന്ന പണി അവനവൻ ചെയ്യണം കേട്ടോ. അതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. അങ്ങേക്ക് കാക്കയെ കല്ലെടുത്തറിയാൻ മാധ്യമ പ്രവർത്തനം ഇന്ന് വാതു നിർത്തണ്ടേ? കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ബാറ്റ് ചെയ്യുന്ന മാധ്യമ പ്രവർത്തനം മാതു നിർത്തണ്ടേ? അനാവശ്യമായിട്ടുള്ള ഒരു വിഷയം ഉണ്ടാക്കുന്നത് മാതു നിർത്തണ്ടേ? അനാവശ്യമായ വിഷയത്തെ എന്തിനാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ചെറിയൊരു വിഷയത്തെ ഈ കേരളത്തിലെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മാധു വക്രീകരിക്കുന്നത് എന്തിനാണ്? വർഗീയപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കുന്ന പ്രവൃത്തി ചെറിയ വിഷയമാണ്. നിർബന്ധിത മതപരിവർത്തനത്തിന്റെ പേരിൽ കഴിഞ്ഞ 7 ദിവസമായി ജയിലിൽ കിടക്കുന്നത് കേരളത്തിലെ ബിജെപിയെ പ്രതികരിച്ച് ചർച്ചയ്ക്ക് പാനലിസ്റ്റിന് വളരെ ചെറിയ വിഷയമാണ്. ഇത് കേരളത്തിലെ ക്രിസ്ത്യ പുരോഹിതരും സാമുദായിക നേതാക്കളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിനും പ്രതിരോധത്തിനും ഇറങ്ങിയിരിക്കുന്ന എല്ലാവരും കേൾക്കണം. ഇത് തീരെ ചെറിയൊരു വിഷയമാണ്. കേരളത്തിലെ 2 സന്യസ്തർ മറ്റൊരു സംസ്ഥാനത്ത് വെച്ച് ബജ്രംഗ് ദളിന്റെ ഭീഷണിക്കും അവിടുത്തെ കേസിനും ഇരയായതും അവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജയിലിൽ കഴിയുന്നത് വളരെ ചെറിയ ഒരു വിഷയമാണ്. എന്റെ പേര് മാധു എന്ന് തന്നെയാണ്. അതിന്റെ സ്പെല്ലിംഗ് വേണമെങ്കിൽ അങ്ങേക്ക് ആവർത്തിച്ച് പറയുകയും ചെയ്യാം, അത് വേണമെങ്കിൽ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരികയും ചെയ്യാം. പക്ഷെ അങ്ങ് ആവർത്തിച്ച് പറയുന്നതുകൊണ്ട് അതിൽ ഒരു മാറ്റവും വരില്ല. ശ്രീ ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തിയിട്ട് കാര്യമില്ല മാധുവോ. 2022 ഈ തൃശ്ശൂരിലെടുത്ത കേസിനെ കുറിച്ച് ഈ വിഷയം വളരെ ചെറിയൊരു വിഷയമാണ്. ഈ ചെറിയൊരു വിഷയത്തിനാണ് നിങ്ങളുടെ എംപിമാർ ഡൽഹിയിൽ നിന്ന് വണ്ടി പിടിച്ച് ഛത്തീസ്ഗഡിന് പോയത്, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ടത്, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി ചർച്ച നടത്തിയത്, ജാമ്യത്തിനുള്ള തീരുമാനമെടുക്കാമെന്ന് അദ്ദേഹത്തിൽ നിന്ന് ഉറപ്പ് വാങ്ങിയത്. കഴിഞ്ഞ 6-7 ദിവസമായി കേരളത്തിലെ 2 സന്യസ്തർ ഛത്തീസ്ഗഡിൽ ജയിലിൽ തുടരുന്നത് ഈ ചെറിയ വിഷയത്തിന്റെ പേരിലാണ്. ഇത് വളരെ ചെറിയൊരു വിഷയമാണ്. മാധു നോക്കൂ, BJPയുടെ പ്രതിനിധി പറഞ്ഞ് സെൽഫ് ഗോളുകളുടെ ഒരു പരമ്പര തന്നെ അവിടെ അടിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പം അദ്ദേഹം പറഞ്ഞത് വളരെ ചെറിയൊരു വിഷയമാണ്. 2 സ്ത്രീകളാണ്, 2 കന്യാസ്ത്രീകളാണ്, അതിനപ്പുറം 2 സ്ത്രീകൾ കൂടിയാണ്. ആ 2 സ്ത്രീകളെ മറ്റൊരു സംസ്ഥാനത്ത് ജനക്കൂട്ടം കൂടി നിയമവിരുദ്ധമായി കയ്യേറ്റം ചെയ്ത ശേഷം അവിടുത്തെ സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി തെറ്റായ കള്ളക്കേസുകൾ ചുമത്തി അവിടെ ജയിലിലടച്ച സംഭവം അത് കള്ളക്കേസാണെന്നും അത് തെറ്റായ കേസാണെന്നും അവരുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടും ഇതൊരു ചെറിയ സംഭവമാണെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങൾ മുഴുവൻ എന്താ ബുദ്ധിശൂന്യരാണോ? അവരെന്തിനാ തെരുവിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്? ലക്ഷക്കണക്കിന് ക്രൈസ്തവ വിഭാഗ വിശ്വാസികൾ എന്തുകൊണ്ടാണ് തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത്, BJPക്കെതിരെ പ്രതിഷേധിക്കുന്നത്? BJPയുടെ ഈ ഫാസിസ്റ്റ് സമീപനത്തിനെതിരെ, വർഗീയ സമീപനത്തിനെതിരെ എന്തുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ ഓരോ ക്രൈസ്തവ സഭകളും പ്രതിഷേധിക്കുന്നത്? എന്തുകൊണ്ടാണ് അവർ തെരുവിലുള്ളത്? ചെറിയ സംഭവം ആയതുകൊണ്ടാണോ? അവരെന്താ തീരെ ബുദ്ധിയില്ലാത്തവരാണോ? ആ രീതിയിലാണോ നിങ്ങൾ അവരെ അളക്കുന്നത്? അവർ പ്രതിഷേധിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ 2 സഹോദരിമാർ ജയിലിനകത്ത് 7 ദിവസമായി കഴിയുന്നു, പീഡനങ്ങൾ അനുഭവിക്കുന്നു, അവരെ മർദ്ദിച്ചു എന്ന് പറയുന്നു. അത്ര ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾക്ക് വിധേയമായി, ജനക്കൂട്ടത്തിന്റെ ആക്രമണത്തിന് വിധേയമായി നമ്മുടെ 2 മലയാളി സ്ത്രീകൾ മറ്റൊരു സംസ്ഥാനത്ത് ജയിലിൽ കിടക്കുമ്പോൾ കേരളത്തിലെ BJPയുടെ പ്രതിനിധിക്ക് മാത്രമേ അതൊരു ചെറിയ സംഭവമാണെന്ന് പറയാൻ പറ്റൂ. അവർക്ക് മാത്രമേ കഴിയൂ. കാരണം സഹജീവി സ്നേഹം, ആർദ്രത, സഹാനുഭൂതി കേരളത്തിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ കേസിൽ അവർക്ക് ബന്ധമില്ല എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. കേരളത്തിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതിന് പ്രകാരം ഇവിടെ നിന്നൊരു പ്രതിനിധി അവിടെ പോകുന്നു, അവിടുത്തെ മന്ത്രിമാരുമായി ഉപമുഖ്യമന്ത്രിയുമായി വരെ ചർച്ച നടത്തുന്നു, അവിടെ തീരുമാനമുണ്ടാകുന്നു, കോടതി വരാന്തയിൽ പോയി നിൽക്കുന്നു. അതിനുശേഷം BJPയുടെ കേന്ദ്ര സർക്കാരിന്റെ
ആഭ്യന്തരമന്ത്രി ഇവിടുത്തെ MP-മാരോട് ഉറപ്പ് നൽകുന്നു. ഈ ചെറിയ സംഭവത്തിൽ എന്തിനാണ് കേരളത്തിലെ BJP-യുടെ പാനലിസ്റ്റുകൾ ഒഴികെ മറ്റുള്ളവരെല്ലാവരും ഈ ചെറിയ സംഭവത്തിൽ ഇടപെടുകയും കന്യാസ്ത്രീകൾക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്നത് എന്തിനാണ്? മാധു, ഇതിൽ യഥാർത്ഥ സംഭവം എന്താ? ഇപ്പൊ ഉല്ലാസടക്കമുള്ള കേരളത്തിലെ BJP-യുടെ പാനലിസ്റ്റുകളായിട്ട് വരുന്നവർക്ക് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള തീവ്ര സംഖ്യയുള്ള കയ്യടി വേണം. അതിനു വേണ്ടിയിട്ട് ഇവർ ഒരു പ്രത്യേക നിലപാടെടുക്കുകയാണ്. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിന് ഗത്യന്തരമില്ലാതെ മറ്റൊരു നിലപാടെടുക്കേണ്ടി വരുന്നു. ഇവിടെ ഉല്ലാസ് ബാബു സുരേന്ദ്രന്റെ വളരെ അടുത്തയാളാണ്. അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ ഇന്ന് രാജീവ് ചന്ദ്രശേഖരൻ ഒരു പാര വെച്ചോട്ടെ എന്ന് കരുതിയിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തായിരിക്കാം. ഞാനൊരു കാര്യം പറയാം. ഇന്നിപ്പോൾ ശശികല ടീച്ചർ സംഘപരിവാറിന്റെ കേരളത്തിലെ മുഖമാണല്ലോ. അവര് ഇന്നൊരു 6 മണിക്കൂർ മുമ്പിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചു തരാം. എന്താണ് സംഘപരിവാറിന്റെ ക്രൈസ്തവ വിരുദ്ധ അജണ്ട എന്നുള്ളത് കൃത്യമായി മനസ്സിലാവും. എന്താ അവർ എഴുതിയിട്ടുള്ളത്? ഈ ബഹളമൊക്കെ കണ്ട് മതം മാറ്റം അനുവദിച്ചു തരുമെന്ന് അച്ഛനും കരുതണ്ടച്ചോ. വോട്ട് കാട്ടി ഈ നാടിന്റെ പ്രതികരണ ശേഷിയെ മയക്കി കിടത്താമെന്ന് മോഹിക്കേണ്ട അച്ചോ. സുവിശേഷം എന്ന വിശേഷം നിങ്ങൾ തമ്മിലറിയിച്ചാൽ മതിയെന്ന്. ഇത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മതപ്രചരണത്തിനുള്ള അവകാശത്തെ നിഷേധിച്ചുകൊണ്ട് സംഘപരിവാറിന്റെ കേരളത്തിലെ മുഖമായ ശശികല ടീച്ചറുടെ പോസ്റ്റാണ്. ഇത് നിഷേധിക്കാൻ, തള്ളിപ്പറയാൻ BJP-ക്ക് കഴിയോ? ശശികല ടീച്ചർ പറഞ്ഞ തെറ്റാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മതപ്രചരണത്തെ ഞങ്ങൾ അനുകൂലിക്കുന്നു എന്ന് BJP-ക്ക് പറയാൻ കഴിയും? ഒന്ന്. ഇനി ഒരു കാര്യം, ക്രിസ്ത്യാനിയായി ജീവിക്കുക, ക്രിസ്ത്യാനിയാക്കാൻ ജീവിക്കാതിരിക്കുക. വേണ്ടവരെയൊക്കെ ക്രിസ്ത്യാനിയാക്കി ജനിപ്പിക്കാൻ കഴിവുള്ള കർത്താവിൽ വിശ്വസിക്കൂ പിതാവേ. തിണ്ണമെടുക്കും പണവുമായി ക്രിസ്ത്യാനിയെ ഉണ്ടാക്കാൻ പോയി കർത്താവിന് നാണക്കേട് ഉണ്ടാക്കല്ലേ. ഇപ്പൊ ഛത്തീസ്ഗഡിൽ നിന്നും അറിഞ്ഞ ചില വിശേഷങ്ങളില്ലേ, ആ വിശേഷങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഭീഷണിയാണ്, ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ആരാണ്? ഈ ഉല്ലാസ് ബാബുവിന്റെ നേതാവ്. ഉല്ലാസ് ബാബുവിനോട് എന്താ പറയാം? ശശികല ടീച്ചർ ഉല്ലാസ് ബാബുവിന്റെ നേതാവാ, സംഘപരിവാറിന്റെ മുഖമാണ് കേരളത്തിലെ. അവർ പരസ്യമായിട്ട് ഭീഷണിപ്പെടുത്തിയിരിക്കുക. ഭരണഘടന ഉറപ്പ് നൽകുന്ന മതപ്രചരണത്തിലെ മതത്തിൽ വിശ്വസിക്കാനുള്ള, ആരാധിക്കാനുള്ള അവകാശം അനുവദിച്ചു തരില്ല എന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. കേരളത്തിലിരുന്നുകൊണ്ട് ഇവർക്ക് തള്ളി പറയാൻ പറ്റുമോ? എന്നിട്ട് ഇരട്ടത്താപ്പുകളുടെ ഘോഷയാത്രയല്ലേ നമ്മൾ കണ്ടത്? ഞാൻ ചോദിക്കട്ടെ, ഉല്ലാസ് ബാബുവിന്റെ തൃശ്ശൂരിലെ MP കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ നിമിഷം വരെ ഒരു വാക്ക് പറഞ്ഞോ? ആരുടെ വാക്ക് ഇതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞോ? ഈ വിഷയത്തിൽ ഇടപെട്ടോ? ലോകത്തുള്ള സകലമാന വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു മനുഷ്യനാണല്ലോ. എന്താ ഈ വിഷയത്തിൽ ഇടപെടാത്തത്? എന്തുകൊണ്ടാണ് ഇടപെടാത്തത്? എന്തുകൊണ്ട് അഭിപ്രായം പറയാത്തത്? അപ്പൊ നിങ്ങളുടെ കാപട്യവും ഇരട്ടത്താപ്പും അതാണ്. തൃശ്ശൂരിലുള്ള നിങ്ങളുടെ ജയിച്ചിട്ടുള്ള, കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടുള്ള ഒരു MP മന്ത്രി ഉണ്ടായിട്ട് അദ്ദേഹം ഇതിൽ അഭിപ്രായം പറയുന്നില്ല. അതിനേക്കാൾ വലിയ ഇരട്ടത്താപ്പെന്ന് ലോകത്ത് വേറുണ്ടോ? ഇനി അദ്ദേഹം പറഞ്ഞ കാര്യം, അമിത്ഷാ, ഇപ്പൊ മാധു ചോദ്യമുണ്ട്. അമിത്ഷാ പറഞ്ഞു NIA ഒരു സെക്കൻഡ് അമിത്ഷാ പറഞ്ഞു NIA കോടതിയിൽ നിന്ന് കേസ് ഈ സർക്കാരിന്റെ അഭിപ്രായം അല്ലെ, സർക്കാർ ബെയിലിനെ ഒബ്ജക്ട് ചെയ്യില്ല എന്നൊരു ഉറപ്പ് അമിത്ഷാ കൊടുത്തല്ലോ. ആ ഉറപ്പ് ആരാ വാങ്ങിച്ചെടുത്തത്? ഇവര് പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ അടക്കം UDF MP-മാർ പോയിട്ടാണ് വാങ്ങിച്ചെടുത്തത്. ഈ രാജീവ് ചന്ദ്രശേഖരൻ ഉറപ്പ് കിട്ടിയോ? ഈ നിമിഷം വരെ പറയാൻ പറ്റിയോ? UDF-ന്റെ MP-മാർ പോയി കാണ്ടി വന്നില്ലേ? ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടാ, ഞങ്ങൾ പോയി ആഭ്യന്തരമന്ത്രിയെ കണ്ടതുകൊണ്ടാ, ഞങ്ങൾ നിയമപ്രകാരം നീങ്ങിയതുകൊണ്ടാ, ഞങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിച്ചു. എന്തേ ജോർജ് കുര്യനും അതുപോലെ സുരേഷ് ഗോപിയും ആ ഉത്തരവാദിത്തം നിർവഹിക്കാതിരുന്നത്? ഇവിടുന്ന് എത്ര MP-മാരുടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തം നിർവഹിക്കാതിരുന്നത്? ഞാൻ ഒറ്റ കാര്യം പറയാം മാധു, കേസരി വാരികയുടെ കുറച്ച് ലക്കങ്ങൾ എടുത്ത് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. B. ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഇവരുടെ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ എഴുതിയ ക്രിസ്ത്യൻ ലോബിയുടെ കുരിശ് കൃഷി എന്ന ലേഖനം നിങ്ങൾക്ക് അതിൽ കാണാം. എത്രയോ ക്രൈസ്തവ വിരുദ്ധ ലേഖനങ്ങൾ BJP-യുടെ സംസ്ഥാന ഭാരവാഹികൾ എഴുതിയത് കേസരി വാരികയിൽ കിടക്കുന്നുണ്ട്. കേസരിയുടെ പഴയ ആർക്കൈവ്സ് എടുത്തൊന്ന് പരിശോധിച്ചാൽ മതി. ജന്മഭൂമിയെ ഇപ്പോഴും വരുന്നുണ്ട് ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള വാർത്തകൾ, ലേഖനങ്ങൾ. ഇവരുടെ ഐഡിയോളജി അതാണ്, പ്രത്യയശാസ്ത്രം അതാണ്, ക്രൈസ്തവ വിരുദ്ധതയാണ്. വോട്ടിന് വേണ്ടിയിട്ട് പള്ളിമേടകളിൽ കയറിയിറങ്ങുകയും ക്രിസ്മസ് കേക്ക് കൊണ്ടുകൊടുക്കുകയും ചെയ്യുകയാണ്. അതിലപ്പുറം ഒന്നുമില്ല. അതുകൊണ്ടാണല്ലോ ഇന്ന് ബിഷപ്പുമാരടക്കം പറഞ്ഞ ചായ കുടിയൊക്കെ ഇനി പിന്നെ മതി, ഇനി മേല ചായ കുടിക്കാൻ വരണ്ടെന്ന് പറഞ്ഞില്ലേ? നാണം കെടുത്തി വിട്ടില്ലേ നിങ്ങളെ? ഇതിനേക്കാൾ വലിയ നാണക്കേടുണ്ടോ? തിന്നതിന്റെ കണക്കെടുക്കാൻ അവർ പറഞ്ഞില്ലേ? അതിനേക്കാൾ വലിയ നാണക്കേടുണ്ടെന്ന് ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ വരിക. ഈ ക്രൈസ്തവ സഭകളിൽ മുഴുവൻ വോട്ട് തേടി എരന്നു പോയിട്ട് അവസാനം ഉത്തരേന്ത്യയിലെ നിങ്ങളുടെ ബജറംഗ് അടക്കമുള്ള സംഘപരിവാറിന്റെ ഫ്രിഞ്ച് എലിമെന്റ്സ് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അതായത് നിങ്ങൾക്ക് കൂടി വേണ്ടിയുള്ള ചതിയാണ് ഇത് എന്ന് ശ്രീ ഉല്ലാസ് ബാബു പറയുന്നത് അങ്ങ് കേട്ടുവല്ലോ. ഇപ്പോൾ BJP-യുടെ ആ ഒരു ഉപദേശം മുഖവിലക്കെടുത്ത് വ്യത്യസ്ത അഭിപ്രായം സ്വീകരിക്കാൻ പദ്ധതിയുണ്ടോ സംസ്ഥാനത്ത് CPM-ന്? ഉല്ലാസ് ബാബു CPM-നെയും ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും സംബന്ധിച്ച് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? മിശ്ര ഉല്ലാസ് ബാബു ഇതേ സ്ഥലത്ത് ഛത്തീസ്ഗഡിൽ റായ്പൂർ, ബിലാസ്പൂർ, അതേപോലെ പഴയ മധ്യപ്രദേശിൻ്റെ നിരവധി നഗരങ്ങളിൽ 90-കൾക്ക് ശേഷം വളരെ സംഘടിതമായി നിങ്ങൾ നടത്തിയ എത്രയോ ആക്രമണങ്ങളുണ്ട്. ഉല്ലാസ് ബാബുവിന് ഓർമ്മയുണ്ടോ? 90-കളുടെ ആദ്യമാണ്. അന്ന് കോഴിക്കോട് ജില്ലയിൽ നിന്ന് വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് ലോകസഭയെ പ്രതികരിച്ച് പ്രേമജ ടീച്ചറാണ്
കന്യാസ്ത്രീ റേപ്പ് ചെയ്യപ്പെട്ട സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അവിടെ ഓടിയെത്തിയത് അന്ന് ലോകസഭയിലെ ഇടതുപക്ഷ വനിതാ എംപിമാരാണ്, CPM എംപിമാരാണ്. ഈ രാജ്യത്ത് ഒരു പ്രത്യയശാസ്ത്ര നിലപാടിൽ നിന്നുകൊണ്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ഉന്മൂലനം ചെയ്യപ്പെടേണ്ട ആഭ്യന്തര വിപത്തുകളാണെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളുടെ ഒരു രാഷ്ട്രീയത്തിനെതിരായിട്ട് ഒരു വിട്ടുവീഴ്ചയില്ലാതെ നിലപാട് സ്വീകരിക്കുന്നവരാണ് ഞങ്ങളെ ആർക്കും അങ്ങനെ ട്രാപ്പിലൊന്നും പെടുത്താൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ നിലപാടുകളോട് പലപ്പോഴും സഹകരിച്ചു പോകുന്നത് ഇപ്പം തന്നെ ഛത്തീസ്ഗഡിലെ പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ് പാർട്ടി ഈ കാര്യത്തിൽ ഒരു നിലപാടും വ്യക്തമായി പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. എന്നു മാത്രമല്ല, നിങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ഇതാ ക്രിസ്ത്യാനികളാവുന്നു, ഉടനെ ഹിന്ദു രാഷ്ട്രം ഉണ്ടാകണമെന്ന് പറഞ്ഞ ഒരു MLA കോൺഗ്രസിന്, ഒരു വനിതാ MLA കോൺഗ്രസിന് ഛത്തീസ്ഗഡ് നിയമസഭയിലുണ്ട്. അതുകൊണ്ട് നിങ്ങളും കോൺഗ്രസും തമ്മിലുള്ള ഈ കൂട്ടുകച്ചവടമൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ ഇപ്പോൾ പ്രശ്നം മലയാളികളായ പക്ഷേ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഉല്ലാസ് ബാബു ചോദിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഈ പറയുന്ന ഈ അവിലും മലരും കുന്തിരിക്കവും എന്ന ഒരു കാര്യം ഒഴികെ മറ്റുള്ളത് വാർത്തകളിൽ വന്ന ഒന്നല്ല. ഉല്ലാസ് ബാബുവിന്റെ സംഘടനാ പ്രവർത്തനത്തിനിടയിൽ വാട്സാപ്പുകളിലൂടെയോ മറ്റോ ഒക്കെയുള്ള അറിവുകൾ കൂടി ആയിരിക്കാം. അതിൽ ഒരു നിമിഷം ഞാൻ വരാം. KT കുഞ്ഞിക്കണ്ണൻ അതിലിടയ്ക്ക് കോൺഗ്രസിനെ പറയേണ്ട കാര്യമൊന്നുമില്ല. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അപ്പോ അത്തരം കാര്യങ്ങളിൽ ഇല്ലാത്ത മതേതരത്വ ബോധം വളരെ സെലക്റ്റീവായി ഉണ്ടാകുന്നു. ഞാൻ എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിച്ചുകൊള്ളാം. സന്ദീപ് വാര്യരെ, ഞാൻ എന്ത് പറയണമെന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചുകൊള്ളാം. കോൺഗ്രസിന്റെ നിലപാട് എല്ലാവർക്കും അറിയാം. നിങ്ങൾ 1968 കൊണ്ടുവന്ന പരിവർത്തന നിരോധന നിയമമാണ് BJPക്ക് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും മാതൃകയായത്. മാന്യനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി, അത് മറക്കണ്ട. അങ്കമാലിയിലെ ആശുപത്രി അവിടെ വെച്ചേക്ക്. താൻ BJP ചർച്ചയ്ക്ക് വന്നപ്പോൾ പറഞ്ഞിരുന്ന കാര്യം ഇവിടെ ആവർത്തിക്കണ്ട. അതൊക്കെ അവിടെ വെച്ചേക്ക്. അതൊക്കെ അവിടെ വെച്ചേക്ക്. താൻ ഈ കാര്യത്തിൽ ഇടപെട്ട് അതൊക്കെ കുഞ്ഞിക്കണ്ണൻ അവിടെ വെച്ചേക്ക്. നിങ്ങൾ നികർഷ്ട ജീവി എന്നെ ഭീഷണിപ്പെടുത്താൻ ഞാൻ വ്യക്തിപരമായ തർക്കത്തിലേക്ക് പോകേണ്ടതില്ല. ഒരു നിമിഷം ശ്രീ സന്ദീപ്, അങ്ങേക്കൊരു കാര്യം ഉന്നയിക്കാൻ തോന്നി, അങ്ങ് ഉന്നയിച്ചു, ശരി. ഇത് പക്ഷേ ശ്രീ KT കുഞ്ഞിക്കണ്ണന്റെ അവസരമാണ്, അങ്ങ് തുടർച്ചയായി സംസാരിക്കരുത്. ശ്രീ KT തുടരൂ. പറയട്ടെ. അല്ല, ഈ സന്ദീപ് വാര്യറൊക്കെ RSSന്റെ അജണ്ടക്കെതിരായ ഒരു പാർട്ടിയിലല്ല ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. ഈ രാജ്യത്ത് മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്ന പാർട്ടിയാണ് സന്ദീപ് നിങ്ങൾ ഈ ചർച്ചയിൽ പ്രതിനിധീകരിക്കുന്നത്. 1968 1970 ഗോവധം നിരോധിക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയ ദേശീയ കമ്മീഷൻ, സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജിയുടെ അധ്യക്ഷതയിൽ ഉണ്ടാക്കിയ കമ്മീഷൻ, ആ കമ്മീഷനിൽ നിങ്ങളുടെ അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഗോൾവാൾക്കറെ ആ കമ്മീഷൻ അംഗമാക്കി വെച്ചിരുന്നു. സവർക്കറുടെ പേരിൽ തപാൽ സ്റ്റാമ്പ് ഇറക്കിയ പാർട്ടിയാണ് സന്ദീപ് വാര്യരെ നിങ്ങൾ പ്രതിനിധീകരിക്കുന്നത്. എന്നിട്ട് ഈ ചർച്ചയിൽ വന്നിട്ട് CPMനെയും എന്നെയും പഠിപ്പിക്കാൻ നോക്കണ്ട. അങ്ങനെ പഠിപ്പിക്കാൻ താങ്കൾ വരണ്ട. താങ്കൾ പ്രതിപക്ഷ പാർട്ടിയുടെ ഒരു പ്രതിനിധി എന്ന നിലക്ക് ഞാൻ അതിൻ്റെ എല്ലാവിധത്തിലുമുള്ള ബഹുമാനത്തോടുകൂടി താങ്കളോട് പറയുന്നു, ഈ രാജ്യം ഇന്ന് സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഫാസിസ്റ്റ് അധികാര ന്യൂനപക്ഷങ്ങൾക്കും ദളിത് ആദിവാസി വിഭാഗങ്ങൾക്കും എതിരായിട്ട് വളരെ സംഘടിതമായ ആക്രമണം അഴിച്ചുവിടുകയാണ്. അതിന്റെ ഭാഗമാണ് സന്ദീപേ ഈ മധ്യപ്രദേശിലെയും അതേപോലെ തന്നെ ഛത്തീസ്ഗഡിലെയും അപ്പം അദ്ദേഹം തുടർച്ചയായി അതിലുള്ള എതിർപ്പ് അറിയിക്കുന്നുണ്ട്. അങ്ങ് വഴങ്ങണം. അദ്ദേഹം അതിലെതിരെ ആ രീതിയോട് അദ്ദേഹം എതിർപ്പ് ഉന്നയിക്കുന്നുണ്ട്. നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി സംസാരിച്ചിരുന്നില്ല ഇത്രയും നേരം. ഗോവിന്ദമാഷ, ഇതേ മാതൃഭൂമിയിൽ അഭിലാഷിന്റെ ചർച്ചയിൽ മാധു ഒറ്റ സെക്കൻഡ്, ഇതേ മാതൃഭൂമിയിൽ അഭിലാഷിന്റെ ചർച്ചയിൽ അതല്ല വിഷയം. ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കും പറഞ്ഞ പാർട്ടിക്കാരാ ആ വിഷയത്തിൽ നിന്ന് സംസാരിക്കാനോ ആ വിഷയത്തിന്റെ ആ വിഷയത്തിന്റെ ഗ്രാവിറ്റി അറിയാതിരിക്കുകയോ ചെയ്യുന്നതല്ല. ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്ത് പോകണം എന്നുള്ളതാണോ നിങ്ങളുടെ ഇന്നത്തെ നിലപാട്? ആണോ അതിന്റെ ഗുണഭോക്താക്കൾ ആര് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തത്ര കണ്ണടക്കലുണ്ടോ നിങ്ങൾക്ക്? ശ്രീ KT തുടരൂ. അത് കുഞ്ഞിക്കണ്ണ പറയേണ്ടത്. കുഞ്ഞിക്കണ്ണൻ ആവശ്യം അങ്ങാണ്ട് ഇടപെട്ടത് അങ്ങ് ഇടപെട്ടു, അങ്ങ് അവസാനിപ്പിക്കൂ. അദ്ദേഹം തുടരട്ടെ. യാഥാർത്ഥ്യവും രാഷ്ട്രീയ യാഥാർത്ഥ്യവും ഈ സന്ദീപ് വാര്യരെ പോലുള്ള ആളുകൾക്ക് ഒരിക്കലും അത് മനസ്സിലാക്കാൻ കഴിയില്ല. ഛത്തീസ്ഗഡിന്റെ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യവും രാഷ്ട്രീയ യാഥാർത്ഥ്യവും അവിടുത്തെ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയായാലും ഭരിക്കുന്ന പാർട്ടിയായാലും ഈ രണ്ട് പാർട്ടികളും മതപരിവർത്തനം ക്രിസ്ത്യാനികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, അതിനുവേണ്ടിയാണ് സഭാപ്രവർത്തനങ്ങൾ എന്ന് വിശ്വസിക്കുന്നവരാണ്. ആ നിലപാടിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല. ദേശീയ തലത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാട് ശരിയായ നിലപാടാണ്.
ഞങ്ങൾ അതിൻ്റെ ഒപ്പമാണ്. പാർലമെന്റിനകത്ത് പ്രതിപക്ഷം എടുത്ത നിലപാട്, ഇടതുപക്ഷം എടുത്ത നിലപാട്, ഇതെല്ലാം തന്നെ ഇന്ന് അമിത്ഷായെ പോലുള്ള ഒരു ആഭ്യന്തരമന്ത്രിയെ കൊണ്ട് ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒബ്ജക്ഷൻ ഉണ്ടാവില്ല. ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടും. പക്ഷേ അവർക്കെതിരായി ചേർത്തിരിക്കുന്ന ഈ മനുഷ്യക്കടത്ത് പോലുള്ള കുറ്റങ്ങൾക്ക് ഏത് രീതിയിലാണ് ജാമ്യം കൊടുക്കുന്നത്, അനുവദിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ പ്രോസിക്യൂട്ടർക്ക് ഒരു നിലപാടെടുക്കാൻ കഴിയുക? NIA കോടതിയിൽ വന്നിരിക്കുന്ന ഈ കേസിന്റെ കാര്യത്തിൽ ഏത് രീതിയിലാണ് കേന്ദ്ര സർക്കാർ പ്രതികരിക്കേണ്ടത്? അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന വലിയ സാമൂഹിക സമ്മർദ്ദങ്ങളിൽ നിന്ന് ദേശീയ തലത്തിൽ ഈ മതപരിവർത്തന നിരോധന നിയമം ഉപയോഗിച്ചുകൊണ്ട് കന്യാസ്ത്രീകളെ, അതും നിരപരാധികളായ ഒരു തെറ്റും ചെയ്യാത്ത കന്യാസ്ത്രീകളെ ജയിലടച്ചതിനെതിരായിട്ടുണ്ടായി വന്നിരിക്കുന്ന ഈ പ്രതിഷേധത്തിന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമാണ് അമിത്ഷാ നടത്തിയിരിക്കുന്നത്. അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷ കേരളത്തിനാകെ ഉണ്ടാവുകയാണ്. ഇന്നത്തെ ഇടപെടലുകൾക്കും ചർച്ചകൾക്കും ശേഷം വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.